കുര്യാക്കോസ് ഏലിയാസ് കോളേജിൻ്റെ ആദരണീയനായ പ്രിൻസിപ്പൽ, പ്രിയ സുഹൃത്തും എൻ്റെ നാട്ടുകാരനുമായ ഐസൻ സാർ, ഇതിൽ പങ്കെടുക്കുന്ന വിവിധ കോളേജുകളിൽ നിന്നുള്ള അധ്യാപക സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അടുത്ത അധ്യയന വർഷം മുതൽ കേരളത്തിലെ അഫിലിയേറ്റിംഗ് സർവകലാശാലകളിൽ ബിരുദ തലത്തിലുള്ള സമഗ്രമായ മാറ്റം FYUGP എന്ന പേരിൽ ആരംഭിക്കുക. വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ മേഖലയിൽ കാണുന്നുണ്ട് എങ്കിലും ഈ ഘട്ടത്തിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഘടനാപരമായും ഉള്ളടക്കത്തിലും ഒരേ സമയത്തുണ്ടാകുന്ന മാറ്റമാണ്. ചില കാലങ്ങളിൽ ഉള്ളടക്കത്തിൽ മാറ്റം വരികയും മറ്റു ചില സമയത്ത് ഘടനയിൽ മാറ്റം വരികയും ഒക്കെ ചെയ്തപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്നുള്ളൊരു മാറ്റം എനിക്ക് തോന്നുന്നത് ഒരു കഴിഞ്ഞ 15-20 വർഷത്തിനിടയിൽ ഇത് ആദ്യമായിട്ടാണ്. നിലവിലുള്ള ഘടനയെ അപ്പാടെ പൊളിച്ചു കളഞ്ഞുകൊണ്ടുള്ളൊരു മാറ്റത്തിലേക്കാണ് ഇത് FYUGP വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിൻ്റെ ഭാഗമായി ഇന്നലെ നിങ്ങളുമായി ഹയർ എഡ്യൂക്കേഷൻ കൗൺസിലിൻ്റെ ഗവേണിംഗ് കൗൺസിൽ അംഗം കൂടിയായിട്ടുള്ള പോൾ വി കാരന്താനം സാർ സംസാരിച്ചിട്ടുണ്ടാകും. സാർ ഇതിൻ്റെ പൊതുവായ വിഷയങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൊതുവായ സ്ട്രക്ചറിനെ കുറിച്ചുള്ള കാര്യമായ ഡിസ്കഷൻ ഞാൻ നടത്തുന്നതിൽ പ്രത്യേകിച്ച് കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല. മാത്രമല്ല അതൊരു ആവർത്തനമാവുകയും ചെയ്യും. ഞാൻ വിചാരിക്കുന്നത് ഒരു സ്ഥാപനത്തിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യേണ്ടി വരിക എന്നുള്ളത് സംബന്ധിച്ച് ചിലത് പറയാം എന്നാണ്. പൊതുവായ സ്ട്രക്ചർ സർവകലാശാല തയ്യാറാക്കി നൽകും എന്നുള്ളതുകൊണ്ട് അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പൊതുവായിട്ടുള്ള പബ്ലിക് ഡൊമൈനിൽ നമ്മളിപ്പോൾ പലതരത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ടും നമ്മുടെ ചർച്ചയുടെ കേന്ദ്രത്തിലേക്ക് വരേണ്ടുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെൻറ്റേഷൻ ഏത് നിലയിൽ സാധിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നലെ പറഞ്ഞ കൂട്ടത്തിൽ ഈ സ്വിച്ചിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ സാർ പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കുട്ടിക്ക് ഒരു പ്രോഗ്രാമിൽ നിന്നും മറ്റൊന്നിലേക്ക് സ്വിച്ച് ചെയ്യാൻ കഴിയും എന്നുള്ള കാര്യവും ഈ സ്വിച്ച് ചെയ്യാൻ കഴിയും എന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു തകരാറ് നമ്മളൊക്കെ പോകും എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. കുട്ടിക്ക് പോകാം എന്നാണ് ആളുകൾ മനസ്സിലാക്കുന്നത്. കുട്ടിക്ക് വരാം എന്നുള്ളതും അതുപോലെ തന്നെ ഒരു ഓപ്ഷനാണ് അവിടെ. ഈ പോകുന്നത് പോലെ തന്നെയാണല്ലോ വരുന്നത്. ഈ കുട്ടിക്ക് പോകാമെന്നുള്ള ആലോചന എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമുക്കൊരു കോൺഫിഡൻസ് കുറവുള്ളതുകൊണ്ടാണ്. പോകാനാണ് സാധ്യത കൂടുതൽ, പോകാനാണ് സാധ്യത കൂടുതൽ എന്ന് നമുക്ക് തോന്നുന്നതിൻ്റെ കാരണം ഇക്കണക്കിന് പോയാൽ പോകാനേ സാധ്യത ഉണ്ടാകൂ എന്നൊരു ധാരണ നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ്. അതേ സാധ്യത വരാനുമുണ്ട്. കാരണം ഈ പാലം ഒരു വശത്തേക്ക് മറ്റേ ചില ഷോപ്പിംഗ് മാളിലൊക്കെ കയറുമ്പോഴുള്ള വാതിലുണ്ടല്ലോ, ഒരു വശത്തേക്ക് മാത്രമേ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുള്ളൂ, തിരിച്ചിറങ്ങാൻ കഴിയില്ലല്ലോ അതിൽ കൂടെ എന്ന് പറഞ്ഞ മാതിരിയാണ് എന്നാണ് നമ്മുടെ ഒരു ധാരണ. അങ്ങനെയല്ല, ഇത് രണ്ടു വശത്തേക്കും. ഒരു കുട്ടിക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കുട്ടിക്ക് ഇവിടേക്ക് വരാം എന്നുള്ള ഓപ്ഷനും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ പോകാനും വരാനുമുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ള സാഹചര്യത്തിൽ എത്ര കുട്ടികൾ ഇങ്ങോട്ട് വരണം എന്നുള്ളതാണ് നമ്മുടെ ആലോചനയുടെ മുഖ്യ വിഷയം. അല്ലാതെ എത്ര കുട്ടികൾ ഇവിടുന്ന് പോകും എന്നുള്ളത് നമ്മൾ ആലോചിച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല. അത് കുട്ടി തീരുമാനിച്ചോളൂ. അപ്പോൾ വരാൻ കുട്ടികൾ ഇങ്ങോട്ട് വരാൻ എന്ത് ചെയ്യണം, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ഈ സ്ട്രക്ചറിനെ ഇൻസ്റ്റിറ്റ്യൂഷനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, നമ്മുടെ മുന്നിൽ ഉള്ള സാമൂഹ്യ സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ റിസോഴ്സിൻ്റെ അവൈലബിലിറ്റിയിലും നാളിതുവരെ കാണാത്തത്ര വലിയ ഓപ്പണിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ കുട്ടികളുടെ മുമ്പിൽ നമ്പർ ഓഫ് ചോയ്സസ്. അവരേതെങ്കിലും 1-2 ചോയ്സിൽ നിന്നിരുന്ന കുട്ടികളല്ല.
ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന അധ്യാപകരിൽ പ്രീ ഡിഗ്രി ഒക്കെ പഠിച്ച ആളുകൾക്കറിയാം, പണ്ടൊക്കെ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ എത്ര കോളേജിൽ അപേക്ഷ കൊടുക്കും. ഇന്നത്തേതുപോലെ ക്യാപ്പിൽ 20 കോളേജും 50 കോളേജും ഒന്നും അപേക്ഷിക്കില്ല. കാരണം കോളേജിൽ പോയി ഓഫീസിൽ ചെന്ന് പൈസ അടച്ച് ഒരു ആപ്ലിക്കേഷൻ ഫോം വാങ്ങണം. അതിൻ്റെ കൂടെ പല കളറുള്ള പോസ്റ്റ് കാർഡുകൾ കിട്ടും. ഈ പോസ്റ്റ് കാർഡിൽ നമ്മുടെ അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്കുള്ള കത്ത് വരിക. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആക്സസിബിലിറ്റി ഉള്ള 1-2 സ്ഥലത്തെ നമ്മൾ അപേക്ഷിക്കും. ഇപ്പം എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ പാലാ സെൻറ് തോമസ് കോളേജിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന ആളാണ്. ഞാൻ 2 കോളേജിലെ അപേക്ഷ വെച്ചിട്ടുള്ളൂ. ഒന്ന് പാലാ സെൻറ് തോമസ് കോളേജിലും തൊട്ട് അടുത്ത് എനിക്ക് പാലായിൽ നിന്ന് പോകാൻ കഴിയുന്ന, അന്ന് പോകാൻ അടുത്താണ് എന്ന് കരുതുന്ന അരുവിത്തറ സെൻറ് ജോർജ് കോളേജ്. കോട്ടയം എന്നൊക്കെ പറയുന്നത് അന്ന് വിദൂരമായ ഏതോ സ്ഥലമാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ആക്സസിബിലിറ്റി ഒക്കെ വെച്ച് ആലോചിക്കുമ്പോൾ പോകാനോ ആപ്ലിക്കേഷൻ കൊടുക്കാനോ ഒന്നും ആൾക്കാർ ആലോചിക്കില്ല. ഇന്നത്തെ നില അതല്ല അല്ലേ? ക്യാപ്പ് പോർട്ടൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണുന്ന എന്താണ്, 20, 50 ഒക്കെ ഓപ്ഷൻ കൊടുക്കാവുന്ന. ആ ഓപ്ഷൻ ഒരു തവണയല്ലല്ലോ, പലതവണ മാറിയും തിരിഞ്ഞും കൊടുക്കാവുന്ന. മുമ്പൊക്കെ ഒരാഴ്ച കൊണ്ട് തീരുന്ന അഡ്മിഷൻ പ്രോസസ്സ് ഇപ്പോൾ 2.5 മാസം കൊണ്ടാണ് കഴിയുന്നത്. 2.5 മാസം കൊണ്ട് കുട്ടി അഡ്മിഷൻ എടുക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കുട്ടികൾ കോളേജുകൾ സ്വിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ അത്തരത്തിൽ റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി കുട്ടികളുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളൊരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മളിവിടെ ഈ പുതിയ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. ഇവിടെ 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ പ്രധാനപ്പെട്ട ആകർഷണം എന്ന് പറയുന്നത് കുട്ടിയുടെ മുൻപിലേക്ക് ചോയ്സ് കടന്നു വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ CBCSS കുറിച്ച് പറയുമ്പോൾ 2009 CBCSS കേരളത്തിൽ ആദ്യം നടപ്പിലാക്കിയ സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാലയാണ്. അന്നത് നടപ്പിലാക്കാൻ നേതൃത്വം കൊടുത്ത ആളുകളിൽ ഒരാൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹം അന്ന് സർവകലാശാലയുടെ പ്രോ വൈസ് ചാൻസലറായിരുന്നു. രാജൻ വർഗീസ് സാറ് ഇരിക്കുന്ന സമയത്താണ് അന്ന് നമ്മൾ നടപ്പിലാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് നമ്മളിത് നടപ്പിലാക്കുമ്പോൾ CBCSSന്റെ ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിലെ ചോയ്സ് ആരുടേതായിരുന്നു? ചോയ്സ് ആർക്കും ഉണ്ടായിരുന്നില്ല, പേരിൽ മാത്രമേ ചോയ്സ് ഉണ്ടായിരുന്നുള്ളൂ. കുട്ടിയുടെ മുമ്പിൽ അന്ന് ഒരു ചോയ്സും ഇല്ല. ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് എത്ര ചോയ്സ് ഉണ്ട്? കുട്ടിയുടെ മുമ്പിലുള്ള ആകെയുള്ള ചോയ്സ് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം വേണോ ഹിന്ദി വേണോ എന്നുള്ളതാണ്. പിന്നെയുള്ള നമ്മൾ പറയും ഒരു ചോയ്സും കൂടെ ഉണ്ട്, എന്താണ്? ഓപ്പൺ കോഴ്സ്. ഓപ്പൺ കോഴ്സ് കുട്ടിയുടെ ചോയ്സ് അല്ല, അത് റിവേഴ്സ് മെക്കാനിസമാണ് വേണ്ടത് യഥാർത്ഥത്തിൽ. കാരണം ഇപ്പോൾ ഓപ്പൺ കോഴ്സിന്റെ ചോയ്സ് കൊടുക്കുന്നത് എങ്ങനെയാണ്? മെറിറ്റ് ലിസ്റ്റ് ഇടും, എന്നിട്ട് ആദ്യം കിട്ടുന്നവർക്ക് ആദ്യം അവരുടെ ചോയ്സ് അനുസരിച്ച് കൊടുക്കും. അന്നേരവും ഒരു ഗതിയും ഇല്ലാത്ത ആൾക്കാർക്ക് അവന് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് തന്നെ കിട്ടും. പറഞ്ഞു മനസ്സിലായില്ലേ? ശരിക്കും ചെയ്യേണ്ടത് എന്താ? മെറിറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് താഴെ നിന്ന് കൊടുക്കുക വേണ്ടത്. ഏത്? ഏറ്റവും താഴെയുള്ള ആൾക്ക്. അയാൾക്കാണല്ലോ, അയാൾക്ക് മാർക്ക് കുറഞ്ഞു പോയതുകൊണ്ടാണല്ലോ അയാൾക്ക്. ഇപ്പം ഇതിൻ്റെ ഒരു അപകടം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിസ്റ്ററി പഠിക്കാൻ വരുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കെമിസ്ട്രിയോ ഫിസിക്സോ പഠിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതിൻ്റെ അപകടം ഒഴിവാക്കാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഇത്തരത്തിലുള്ള മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. പലപ്പോഴും അവസാന ഇരകളായിത്തീരുന്ന ആരൊക്കെ തന്നെയായിരിക്കും ഇങ്ങനെ ഏറ്റവും മാർക്ക് കുറഞ്ഞ് കോളേജിൽ ഒരു നിവൃത്തിയില്ലാതെ നിൽക്കുന്ന ആൾ തന്നെ വീണ്ടും പോയിട്ട്. എൻ്റെ കോളേജിൽ ഇത്തരം വലിയ ക്രൈസിസ് ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കോളേജ് ഒരു ചെറിയ കോളേജാണ്, വളരെ അധികം കോഴ്സുകളൊന്നുമില്ല. 2009 ഈ കോഴ്സ് തുടങ്ങുമ്പോൾ ഒറ്റ BA പ്രോഗ്രാമേ ഉള്ളൂ, ഒരേ ഒരു BA പ്രോഗ്രാം ഹിസ്റ്ററി. ബാക്കിയുള്ളതൊക്കെ സയൻസ് സ്ട്രീമിലെ കോഴ്സുകളാണ്. ഇപ്പോൾ കുട്ടികൾക്ക് സ്വന്തം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എടുക്കാൻ കഴിയില്ല, എവിടെ പോയി എടുക്കണം? സയൻസിൽ പോയി എടുക്കണം. അപ്പോൾ നിർബന്ധപൂർവം ഹിസ്റ്ററി വിദ്യാർത്ഥികൾ കെമിസ്ട്രി പഠിക്കേണ്ടുന്ന അവസ്ഥ എപ്പോഴാണ്? 5ാമത്തെ സെമസ്റ്ററിൽ. അതായത് അടുത്ത കാലത്തെങ്ങും സയൻസുമായി ഒരു ബന്ധവും അവർക്കില്ല. അവർ പോയിട്ട് 5ാമത്തെ സെമസ്റ്ററിൽ ഓപ്പൺ കോഴ്സ് പഠിക്കാൻ പോവുകയാണ്, കെമിസ്ട്രി. അപ്പോൾ കെമിസ്ട്രിയിലെ അധ്യാപിക ഞങ്ങളുടെ ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റിൽ സ്ഥിരം സന്ദർശകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് മുഴുവൻ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കണം, കെമിസ്ട്രി മുഴുവനും മലയാളത്തിൽ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ടീച്ചർ കാലത്തെ വരും. എന്തിനാണെന്ന് വെച്ചാൽ ഡിക്ഷണറി ഉള്ളത് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പോൾ രാവിലെ വന്നിട്ട് ടീച്ചർ ഓരോന്ന് ചോദിക്കുകയാണ്. ആസിഡ് റെയിൻ, അമ്മളമഴ, കുറിച്ചെടുത്തിട്ട് പോവാം. അപ്പോൾ അങ്ങനെ ഓരോന്ന് കുറിച്ചെടുത്ത് ടീച്ചർ പോയിട്ട് ക്ലാസ്സിൽ പോയി പറഞ്ഞു കൊടുത്തു. കുട്ടികൾ മുഴുവൻ കെമിസ്ട്രി മലയാളത്തിൽ എഴുതി. എല്ലാവരും തോറ്റു. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ കെമിസ്ട്രി മലയാളത്തിൽ എഴുതി എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഇത് വാല്യൂ ചെയ്യുന്ന ആ ടീച്ചർ അല്ലല്ലോ, വേറൊരു കോളേജിലെ ടീച്ചറല്ലേ. ആ ടീച്ചർക്ക് കെമിസ്ട്രിയുടെ മലയാളം അറിയാമെങ്കിലല്ലേ ഈ ആസിഡ് റെയിൻ എന്ന് പറഞ്ഞത് അമ്മളമഴയാണെന്ന് മനസ്സിലായാലല്ലേ കുട്ടി ജയിക്കും. അങ്ങനെ കുട്ടികൾ തോറ്റു. അപ്പോഴാണ് നമ്മൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ അധ്യാപകനെ കൊണ്ട് കോഴ്സ് പഠിപ്പിക്കാൻ തുടങ്ങി. കാരണം പിന്നെ രക്ഷ അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 70 കുട്ടികൾ ഹിസ്റ്ററിയിലുണ്ട്, 70 പേരും ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സിലോട്ട് പോയി.
ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർ സാധാരണ ക്ലാസ് എടുത്ത് അങ്ങനെ പരിചയമുള്ളവരല്ലല്ലോ. 70 പേരെയൊക്കെ ഒന്നിച്ച് കണ്ടപ്പോൾ അവർക്കതൊരു ക്രൗഡായിട്ടാണ് മനസ്സിലായത്. വലിയ യോഗത്തിന് ചെന്ന അവസ്ഥയാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് ക്ലാസ് എടുത്ത് അങ്ങനെയില്ല. അതോടുകൂടി അദ്ദേഹം പറഞ്ഞു ഈ പരിപാടി നടക്കില്ല, 70 പേരെ, കാരണം അത്രയും പേപ്പർ നോക്കിയൊന്നും ശീലമില്ല. ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർ ഇങ്ങനെ കോഴ്സൊന്നും കൊടുത്ത് വന്നവരല്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഇങ്ങനെ കുറേ അധികം എന്താ പറയുന്നത് കൺസ്ട്രെയിൻസ് ഇതിനകത്തുണ്ടായിരുന്നു, കുറേ അധികം ബുദ്ധിമുട്ടുകൾ നമ്മൾ ഫേസ് ചെയ്ത്. അത്തരം പ്രശ്നങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൂടിയാണ് നമ്മളൊരു പുതിയ സംവിധാനത്തിലേക്ക് പോകുന്നത്. എൻ്റെ കയ്യിലൊരു പ്രസൻറ്റേഷൻ ഉണ്ട്, അതിനകത്തെ കുറേ കാര്യങ്ങൾ സാറ് പറഞ്ഞതായതുകൊണ്ട് ഞാൻ സർവകലാശാല പ്രപ്പോസ് ചെയ്യുന്ന 3 സ്ട്രക്ചറൽ പാത്വേയെക്കുറിച്ച് സംസാരിക്കാം എന്നാണ് കരുതുന്നത്. കാരണം ഇന്നലെ സംസാരിച്ചപ്പോൾ പോൾ സാറ് സംസാരിക്കാതെ വിട്ടത് ഈ ഘടനയെക്കുറിച്ചാണ് എന്നുള്ളതാണ്. അങ്ങനെയാണ് സാറ് എന്നോട് ഞാൻ സംസാരിച്ചിരുന്നത്. കാരണം നമ്മൾ പറയുന്നതിനകത്തൊരു കണ്ടിന്യൂവേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ സ്ട്രക്ചറൽ പാത്വേയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മഹാത്മാഗാന്ധി സർവകലാശാല പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് 3 സ്ട്രക്ചറൽ പാത്വേസാണ്. ഇതിനകത്ത് ഡിസിപ്ലിൻ സ്പെസിഫിക് കോർ, എലക്റ്റീവ്, ജനറൽ കോഴ്സസ്, ഫൗണ്ടേഷൻ കോഴ്സസ് എന്നൊക്കെ ഉള്ളത് ഇന്നലെ നിങ്ങൾ കേട്ട് കാണും എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായി പറയേണ്ടതുണ്ട് എന്ന് കരുതുന്നില്ല. അതുകൊണ്ട് ഞാൻ നേരിട്ട് ആ സ്ട്രക്ചറിലേക്കാണ് സംസാരിച്ച് തുടങ്ങുന്നത്. ഇതിനെ ഇങ്ങനെ റേഡിയോ ഓൺ ചെയ്ത് വെച്ചതുപോലെ ഞാൻ ഇവിടെ നിന്ന് സംസാരിച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് പോയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമുണ്ടെന്ന് തോന്നാത്തത് കൊണ്ട് സംശയങ്ങൾ ഒന്നുകിൽ അവസാനം ചോദിക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചോദിക്കാം. എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കുക. എനിക്ക് എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇടയിൽ സംശയം ചോദിച്ചാലുണ്ടാകുന്ന ഒരു ചെറിയ തകരാറ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു വരുന്നതിൻ്റെ ആ ഒരു കണ്ടിന്യൂറ്റി ചിലപ്പോൾ ബ്രേക്ക് ആകാം. അതുകൊണ്ട് കഴിയുമെങ്കിൽ കുറിച്ച് വെച്ചിട്ട് നമുക്ക് ഒടുവിലൊരു ഇൻട്രാക്റ്റീവ് സെഷനിലേക്ക് പോകുന്നതാവും നന്നാവുക എന്ന എനിക്കൊരു സജഷൻ ഉണ്ട്. നിങ്ങൾ അതിനോട് യോജിക്കുന്നെങ്കിൽ. പക്ഷേ എന്തെങ്കിലും ഞാൻ പറയുന്നതിനിടയിൽ അത് സംബന്ധിച്ച് അപ്പോൾ വ്യക്തത കുറവുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ പറഞ്ഞു പോകാം. അപ്പോൾ അതാണ് സംബന്ധിച്ച് ആമുഖമായി പറയാനുള്ളത്. ഞാൻ ആ പ്രസൻറ്റേഷൻ്റെ സ്ട്രക്ചറിലേക്ക് പോകാം. അപ്പോൾ അതിനെ തുടർന്ന് ബാക്കി കാര്യങ്ങൾ പറയാം. ഇതൊക്കെ ഇന്നലെ കേട്ട കാര്യങ്ങളാണല്ലോ അല്ലേ? ആണല്ലോ. നിങ്ങൾ ഇന്നലെ കേട്ടത് നിങ്ങൾ പറയണം. ശരിക്കും നിങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാൻ തുടങ്ങുന്നതാണ് നല്ലത്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇന്നലെ പറഞ്ഞത് കേട്ടതാണല്ലോ, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടതാണല്ലോ. വീണ്ടും ഞാൻ ആവർത്തിക്കേണ്ടതില്ലല്ലോ. പോട്ടെ. യെസ്, ഫോർവേഡ്. ഓക്കെ. നമ്മുടെ ഈ FYUGPക്ക് 3 സ്ട്രക്ചറൽ പാത്വേ ഓപ്ഷൻസ് ആണുള്ളത്. 3 സ്ട്രക്ചറൽ പാത്വേ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ജനറലി അതിനെ കോഴ്സ് പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് നമ്മൾ അവാർഡ് ചെയ്യുന്ന ഡിഗ്രി എന്ന് പറയുന്നത് ഏകദേശം ഈ നിലയിലായിരിക്കും. അതായത് ഈ സ്ട്രക്ചറിൽ നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന, കേരളത്തിൽ നമ്മൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിന്റെ പ്രത്യേകത, ഈ സ്ട്രക്ചറിനകത്ത് ഒറ്റ എക്സിറ്റ് പോയിന്റേ ഉള്ളൂ. അത് ഇന്നലെ പറഞ്ഞിട്ടുണ്ടാവും. 3 വർഷത്തിന് ശേഷമുള്ള ഒരേ ഒരു എക്സിറ്റ് പോയിന്റേ ഉള്ളൂ. ഇപ്പോൾ ദേശീയ തലത്തിൽ പറഞ്ഞ സ്ട്രക്ചറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് മൾട്ടിപ്പിൾ എക്സിറ്റ് പോയിന്റ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഇയറിന് ശേഷം ഒരു എക്സിറ്റ് പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് ഇയറിന് ശേഷമുള്ള എക്സിറ്റ് പോയിന്റ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് കോഴ്സോട് കൂടിയുള്ള എക്സിറ്റ് ആണ്. അതായത് 1ാമത്തെ വർഷം 2 സെമസ്റ്ററിന് ശേഷം ഒരു കുട്ടി പുറത്തേക്ക് പോവുകയാണെങ്കിൽ അയാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം എന്നാണ്. അയാൾക്ക് കൊടുക്കുന്ന ആ ഡോക്യുമെന്റിനെ നമ്മൾ സർട്ടിഫിക്കറ്റ് എന്നും, 2ാമത്തെ വർഷം പുറത്തു പോയാൽ അതിനെ ഡിപ്ലോമ എന്നും, 3ാമത്തെ വർഷം പുറത്തു പോയാൽ അതിനെ ഗ്രാജുവേഷൻ ഡിഗ്രി എന്നും, 4ാമത്തെ വർഷം ഓണേഴ്സ് എന്നുമാണ് നാഷണൽ ഫ്രെയിംവർക്കിൽ പറയുന്നത്. പക്ഷേ നമ്മുടെ ഫ്രെയിംവർക്കിൽ, നമ്മൾ കൊടുക്കുന്ന ഫ്രെയിംവർക്കിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരൊറ്റ എക്സിറ്റ് പോയിന്റേ ഉള്ളൂ. അത് 3rd ഇയറിന് ശേഷമുള്ള എക്സിറ്റ് പോയിന്റ് ആണ്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ എക്സിറ്റ് പോയിന്റുകൾ ഇല്ല. അപ്പം ഒരു അടുത്ത ഇടയിൽ നിങ്ങൾ ഒരുപക്ഷെ പത്രത്തിൽ കണ്ടു കാണും, പാർലമെന്ററി കമ്മിറ്റി ഓൺ NEP ഉണ്ടായിരുന്നു. ഒരു പാർലമെന്ററി കമ്മിറ്റി വെച്ചിരുന്നു. പാർലമെന്ററി കമ്മിറ്റിയുടെ പ്രപ്പോസൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. പാർലമെന്ററി കമ്മിറ്റിയുടെ പ്രപ്പോസലിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിലെ സർവകലാശാലകളിൽ ഈ വർഷാവർഷമുള്ള എക്സിറ്റ് എന്ന് പറയുന്നത് പ്രായോഗികമല്ല എന്നാണ് പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ട്. മിക്കവാറും പാർലമെന്ററി കമ്മിറ്റി റിപ്പോർട്ടുകളൊക്കെ അംഗീകരിച്ച ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് എന്നുള്ളത് കൊണ്ട് മിക്കവാറും എക്സിറ്റ്
NEP-യിൽ നിന്ന് തന്നെ എടുത്തു കളയാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഏത് ആനുവൽ എക്സിറ്റ് എടുത്തു കളയാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വന്നാൽ ആ സ്ട്രക്ചറും ഏതാണ്ട് ഇതുപോലെ തന്നെ ആയിരിക്കും വരിക. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒറ്റ എക്സിറ്റ് പോയിന്റേ ഉള്ളൂ 4 വർഷത്തിനിടയിൽ. ഇന്നലെ ഒരു പക്ഷേ പോൾ സാർ സംസാരിച്ചപ്പോൾ പറഞ്ഞു കാണും, ഈ അഡ്മിഷൻ ഒരു കുട്ടി എടുക്കുന്നത് 3 വർഷ ബിരുദത്തിനല്ല. അഡ്മിഷൻ ഒരു കുട്ടി എടുക്കുന്നത് എന്തിലേക്കാണ്? 4 വർഷ പ്രോഗ്രാമിലേക്ക് തന്നെയാണ്. 4 ഇയർ പ്രോഗ്രാമിന്റെ അഡ്മിഷനാണ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി എക്സിറ്റ് എടുത്തില്ല എങ്കിൽ മറ്റൊരു പ്രൊസീജിയറും കൂടാതെ എവിടെ വരെ പോകും? 8ാമത്തെ സെമസ്റ്റർ വരെ പോകും. അതിൻ്റെ ഇടയിൽ അയാൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പുറത്തു പോകാമെന്നേ ഉള്ളൂ. 3ാമത്തെ വർഷം കഴിയും കുട്ടി ആവശ്യപ്പെടുന്ന പക്ഷം അയാൾക്ക് പുറത്തു പോകാം. പക്ഷെ ഓണേഴ്സ് വിത്ത് റിസർച്ചിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ട്. നമുക്ക് 3 ടൈപ്പാണുള്ളത്. ഒന്ന് 3 ഇയർ UG ഡിഗ്രി വിത്ത് 133 ക്രെഡിറ്റ്സ്, 4 ഇയർ UG ഓണേഴ്സ് 177 ക്രെഡിറ്റ്സ്, 4 ഇയർ UG ഓണേഴ്സ് വിത്ത് റിസർച്ച് അത് 177. അപ്പോൾ 2ാമത്തതും 3ാമത്തതും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓണേഴ്സ് വിത്ത് റിസർച്ച് എടുക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ പറയുന്ന 4ാമത്തെ വർഷം, അതായത് 8ാമത്തെ സെമസ്റ്ററിൽ അയാൾ ഒരു പ്രോജക്റ്റ് ചെയ്യേണ്ടതായി വരും. മനസ്സിലായോ? ഒരു റിസർച്ച് പ്രോജക്റ്റ് 12 ക്രെഡിറ്റിന്റെ ഒരു റിസർച്ച് പ്രോജക്റ്റ് അയാൾ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള കുട്ടികൾ ഓണേഴ്സ് വിത്ത് റിസർച്ചിന് എലിജിബിൾ ആണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് മറ്റൊരു പ്രൊസീജിയറും കൂടാതെ എന്തിനു പോകാം? നേരെ ഗവേഷണത്തിലേക്ക് പോകാം. വേറൊരു പ്രൊസീജിയറും അയാൾക്ക് ആവശ്യമില്ല. 2022 UGC പുറത്തിറക്കിയിട്ടുള്ള PhD റെഗുലേഷൻസ് നിങ്ങൾ വായിച്ചെങ്കിൽ കാണാം. അതിനകത്ത് ഈ കാര്യം ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. 4 ഇയർ പ്രോഗ്രാമിന്റെ ഭാഗമായി പഠിച്ചു വരുന്ന കുട്ടികൾക്ക് എന്തെടുക്കാമെന്ന്, നേരിട്ട് ഗവേഷണത്തിന് അർഹതയുണ്ട് എന്ന കാര്യം അതിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഒന്ന്, 133 ക്രെഡിറ്റ്സ് നമ്മുടെ സ്ട്രക്ചറിലുണ്ട്. ഈ 133 എന്ന് പറയുന്നത് സ്ട്രക്ചറിൽ ഓഫർ ചെയ്യുന്ന ക്രെഡിറ്റ്സ് ആണ്. 133 സ്ട്രക്ചറിൽ ഓഫർ ചെയ്യുന്ന ക്രെഡിറ്റ്സ് ആണ്. അത് കുട്ടിക്ക് അതുവരെ എടുക്കാം, 180 വരെ എടുക്കാം. എന്ന് പറഞ്ഞാൽ ഒരു സെമസ്റ്ററിൽ 3 വർഷം കൊണ്ട് പുറത്തിറങ്ങുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഓരോ സെമസ്റ്ററിലും പരമാവധി 30 ക്രെഡിറ്റ് വീതം അറ്റൈൻ ചെയ്യാം എന്നർത്ഥം. ഓൺലൈൻ കോഴ്സുകൾ കൂടിക്കൊണ്ട് 30 ക്രെഡിറ്റ് വരെ അറ്റൈൻ ചെയ്യാം എന്നർത്ഥം. മനസ്സിലായോ? അപ്പോൾ 180 ക്രെഡിറ്റ് എടുക്കാം. അതേ കണ്ടീഷൻ തന്നെയാണ് 4 വർഷത്തിന്റെ കേസിലും. അയാൾക്ക് 240 ക്രെഡിറ്റ് വരെ ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. ഈ ക്രെഡിറ്റുകളെല്ലാം പോകുന്നത് അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിലേക്കാണ് എന്നുള്ള കാര്യം ഇന്നലെ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. അത് പറഞ്ഞിട്ടില്ല എങ്കിൽ പറഞ്ഞിട്ടുണ്ട്, സാർ പറഞ്ഞിട്ടുണ്ട്. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സിലേക്കാണ് കുട്ടിയുടെ ക്രെഡിറ്റ് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുക. കുട്ടികൾ അവിടെ നിന്ന് അവരുടെ ക്രെഡിറ്റ്സ് റിഡീം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി മുതൽ ഡിഗ്രി അവാർഡ് ചെയ്യല്ല, ഡിഗ്രി ക്ലെയിം ചെയ്യുക. തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇതുവരെ യൂണിവേഴ്സിറ്റി എന്തോ ഔദാര്യത്തിന് അങ്ങോട്ട് കൊടുത്തിരുന്ന ഒരു സാധനമാണ് ഡിഗ്രി എങ്കിൽ, അവാർഡ് ചെയ്യുന്ന നിലയിൽ യൂണിവേഴ്സിറ്റി കൊടുക്കുകയല്ല, കുട്ടി എടുക്കുകയാണ്, കുട്ടി ക്ലെയിം ചെയ്യുകയാണ് ഡിഗ്രി. അതുകൊണ്ട് തന്നെ ഒരു ക്യാമ്പസിൽ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും, ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒരേ ഡിഗ്രി കൊണ്ടല്ല പുറത്തിറങ്ങുക. കാരണം കുട്ടിയുടെ കയ്യിൽ കുട്ടി ഏൺ ചെയ്തിട്ടുള്ള ക്രെഡിറ്റിന്റെ പ്രപ്പോർഷൻ അനുസരിച്ച് അയാൾക്ക് ഡിഗ്രി ക്ലെയിം ചെയ്യാനുള്ള അവസരമുണ്ട്. അത് ഞാൻ ആ സ്ട്രക്ചർ വരുമ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് പറയാം. യെസ്. അപ്പോൾ ഇതൊരു FIUGPയുടെ ടോട്ടൽ ക്രെഡിറ്റിന്റെ സ്ട്രക്ചറാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ ക്രെഡിറ്റിന്റെ സ്ട്രക്ചറാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. 3 വർഷ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 3 വർഷം കൊണ്ട് മേജറിൽ, ഇതൊരു നോർമൽ പാത്വേയിലാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മുടെ ഇവിടുത്തെ മോഡൽ 1 പ്രോഗ്രാം എടുത്താൽ ഇത് ഈ രീതിയിലായിരിക്കും എൻ്റെ സ്ട്രക്ചർ. മോഡൽ 1 പ്രോഗ്രാം എന്ന് വെച്ചാൽ ഒരു മേജർ, നമ്മൾ പറയില്ലേ, ഒരു എന്താ പറയുക, കോറ്, 2 കോംപ്ലിമെന്ററി എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരു നോർമൽ സ്ട്രക്ചറിന്റെ കാര്യമാണിത്. ഇതൊരു ഡബിൾ മേജർ പാത്വേ ആകുമ്പോൾ ഈ പ്രപ്പോർഷൻ ചെറിയ വ്യത്യാസം വരും. പക്ഷെ നോർമൽ കേസിൽ ഇതായിരിക്കും ഒരു ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതിനകത്ത് 68 ക്രെഡിറ്റ് മേജറിലും 24 ക്രെഡിറ്റ് മൈനറിലും, MDCയിൽ 9, സ്കിൽ എൻഹാൻസ്മെന്റിൽ 9, എബിലിറ്റി എൻഹാൻസ്മെന്റ് എന്ന് പറയുന്നത് പൂർണ്ണമായും ഭാഷാ വിഷയങ്ങൾക്കുള്ളതാണ്, അത് 12 ക്രെഡിറ്റ്, BAC വാല്യൂ ആഡഡ് കോഴ്സ് 9, അതുപോലെ സമ്മർ ഇന്റേൺഷിപ്പ് 2 ക്രെഡിറ്റ്. അങ്ങനെ മൊത്തത്തിൽ 133 ക്രെഡിറ്റ് 3 വർഷം കൊണ്ടും. 4ാമത്തെ വർഷമാകുമ്പോൾ മേജറിലും മൈനറിലുമാണ് വ്യത്യാസം എന്നുള്ളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബാക്കിയെല്ലാം സെയിം ആണ്. മേജറും മൈനറും മാത്രമേ എങ്ങോട്ട് വരുന്നുള്ളൂ, 4ാമത്തെ വർഷമാകുമ്പോൾ വരേണ്ടതുള്ളൂ. മൈനറും ചില ഘട്ടത്തിൽ അത്രയും ആവശ്യം വരില്ല. അത് സ്ട്രക്ചറിനകത്ത് പറയുമ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറയാം അതിൻ്റെ. പിന്നെ ഉള്ളത്
ഏറ്റവും അവസാനത്തെ 8ാമത്തെ സീരിയൽ നമ്പർ 8 അതിൽ കാണുന്ന 12 ക്രെഡിറ്റ് റിസർച്ച് പ്രോജക്റ്റാണ്. ആ റിസർച്ച് പ്രോജക്റ്റും 4ാമത്തെ വർഷമാണ് കുട്ടി ചെയ്യേണ്ടി വരുന്നത്. അങ്ങനെ വരുമ്പോൾ 177 ക്രെഡിറ്റിന്റെ സ്ട്രക്ചറിലേക്ക് ആ കുട്ടി പോകും എന്നുള്ളതാണ് ഇതാണ് ഇതിന്റെ ജനറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പാത്വേ ഓപ്ഷൻ നമ്പർ 1, ഡിഗ്രി മേജർ ഓർ മേജർ വിത്ത് മൾട്ടിപ്പിൾ ഡിസിപ്ലിൻസ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത്. ഇത് കാണാൻ പറ്റുന്നുണ്ടോ പുറയിൽ? അതിൽ ഒരു നിർവാഹവും ഇല്ല. ഇത് വലുതാക്കാൻ മാർഗമൊന്നുമില്ലല്ലോ അല്ലേ? സൂം ചെയ്യാൻ പറ്റില്ലല്ലോ. പുറയിലിരിക്കുന്നവർക്ക് തീരെ കാണാൻ കഴിയുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ പറയേണ്ടി വരും. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? അതൊന്ന് സൂം ചെയ്തു. അതല്ല, പ്രസന്റേഷൻ മോഡ് ഓക്കെ. യെസ്, ഇങ്ങനെ ഓരോ സെമസ്റ്റർ വെച്ച് പറഞ്ഞു പോവാം. അതായിരിക്കും ഒന്നുകൂടെ നന്നാവുക. ഇപ്പൊ കാണാമോ? കുറച്ചുകൂടെ സൂം ചെയ്യണം. ബെറ്റർ. ഉണ്ടോ? പാർട്ടിസിപ്പൻസിന്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഈ പവർ പോയിന്റ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പം. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടി ഈ ഡോക്യുമെന്റ് എന്ന് പറയരുത്, ഏതാണെന്ന് എനിക്ക് കാണിച്ചു തരണം. കാരണം യൂണിവേഴ്സിറ്റിയുടെ പേരിൽ ഒരുപാട് ഡോക്യുമെന്റ് ഇപ്പോൾ എയറിലുണ്ട്. അത് പലതും യൂണിവേഴ്സിറ്റിയുടെ ഡോക്യുമെന്റ് അല്ല. അപ്പൊ ഇപ്പൊ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ വന്നിട്ടുള്ള സ്ഥാനം നോക്കിയാൽ മതി. പ്രസന്റേഷനിലേക്ക് അത് ഇരുന്നോട്ടെ. ഈ പാത്വേ ഓപ്ഷൻ നമ്പർ 1 എന്ന് പറയുന്നത് ഈ പാത്വേ ഓപ്ഷൻ 1 തയ്യാറാക്കിയിട്ടുള്ളത് നിലവിൽ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിലുള്ള മോഡൽ 1, മോഡൽ 2, മോഡൽ 3 കോഴ്സുകൾക്ക് ഏകദേശം ഒരുപോലെ പറ്റാവുന്ന തരത്തിലുള്ള ഒരു സ്ട്രക്ചറാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. മോഡൽ 1, മോഡൽ 2, മോഡൽ 3 കോഴ്സുകൾക്ക് ഏതാണ്ട് ഒരേപോലെ പറ്റാവുന്ന ഒരു സ്ട്രക്ചറാണ് പാത്വേ ഓപ്ഷൻ 1 എന്ന് പറയുന്നത്. അതിനകത്ത് വരുന്ന ഇലക്ടീവ് കോഴ്സുകളുടെ കാര്യത്തിൽ ഉള്ള വ്യത്യാസം മാത്രമേ കൊണ്ടുവരേണ്ടതുള്ളൂ. വാസ്തവത്തിൽ ഇൻ ജനറൽ ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ പൊതുവിൽ പറ്റാവുന്ന ഒരു സ്ട്രക്ചറാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത് ഈ പാത്വേ ഓപ്ഷൻ 1 കുറിച്ചായിരിക്കും. പക്ഷെ ഈ പാത്വേ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആർക്കുള്ളതാണ്? ആരുടേതാണ് പാത്വേ? പാത്വേ ആരുടേതാണ്? കുട്ടിക്ക് പാത്വേ ഇല്ല. കുട്ടിക്ക് പാത്വേയുടെ ആവശ്യമില്ല. കുട്ടിയുടെ മുന്നിൽ ചോയ്സ് ആണുള്ളത്. കുട്ടി പാത്വേ ബ്രേക്ക് ചെയ്യാം എപ്പോൾ വേണമെങ്കിലും. പക്ഷെ നമുക്കൊരു പ്രൊസീജിയറിന് വേണ്ടിയിട്ടൊരു അതായത് കടന്നു വരാനായിട്ടൊരു സ്ട്രക്ചർ വേണമല്ലോ. കോളേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ ഒരു സ്ട്രക്ചർ വേണ്ടേ? നമുക്ക് പറയാനൊരു സ്ട്രക്ചർ വേണമല്ലോ. ആ പറയാനുള്ള സ്ട്രക്ചറാണ് എന്ത്? പാത്വേ.
ഇനി മുതൽ ഈ സ്ലൈഡിന്റെ അകത്ത് ഇന്നലെ ഒരു ഫാക്കൽറ്റി അഡ്വൈസറിന്റെ കാര്യം സാറ് പറഞ്ഞല്ലോ, സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ വേണം എന്ന് പറഞ്ഞു. കുട്ടി അഡ്മിഷൻ കിട്ടി, മാന്നാനം KE കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ഓപ്ഷനുമായിട്ടാണ് വരിക. ഒന്നുകിൽ BA ഇംഗ്ലീഷിന് ചേരാൻ വേണ്ടി അയാൾ വരുന്നു, അല്ലെങ്കിൽ BSc ഫിസിക്സിന് ചേരാൻ വേണ്ടി അയാൾ വരുന്നു. ഓക്കെ, BA ഇംഗ്ലീഷിനോ BSc ഫിസിക്സിനോ അഡ്മിഷൻ എടുത്ത് വരുന്ന ഒരു കുട്ടിയോട് സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ പറയുന്നത് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? ഇയാൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ഫിസിക്സിനാണ്. ഈ ഫിസിക്സിന് ഇവിടെ ഞങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന സ്ട്രക്ചർ ഇതാണ്. മനസ്സിലായോ? അതായത് ഫിസിക്സിന്റെ കോംപ്ലിമെന്ററി ആയിട്ട് ഇവിടെ പഠിപ്പിക്കുന്നത് കെമിസ്ട്രി ആയിരിക്കാം, അല്ലെ? കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ആയിരിക്കും. സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ടോ? ഫിസിക്സിന് ഇവിടെ സ്റ്റാറ്റി ഇല്ല. അപ്പോൾ നമ്മൾ പറയാണ് നമ്മുടെ പ്രപ്പോസ്ഡ് സ്ട്രക്ചർ എന്താണ്, ഇതാണ് എന്ന് കുട്ടിയോട് പറയുന്നു. കുട്ടി സ്ട്രക്ചർ ഫോളോ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിർബന്ധമില്ല. കുട്ടി സ്ട്രക്ചർ ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും. കാരണം എന്താ? സ്ട്രക്ചർ ആരുടേതാ? ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രപ്പോസ് ചെയ്തത് മാത്രമാണ്. കുട്ടിയോട് പറയാണ് ഇയാൾ പഠിക്കാൻ വന്നത് BSc ഫിസിക്സ് ആണ്. ഫിസിക്സ് പഠിച്ചൊരു കരിയറിലേക്കാണ് ഇയാൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ താൻ ഈ പറയുന്ന സ്ട്രക്ചറിലൂടെ മുന്നോട്ട് പോകുന്നതാവും ഉചിതം. ഇതാണ് കുട്ടിയോട് പറയുന്നത്. അപ്പൊ കുട്ടി പറയാണ്, സാറേ ഞാൻ വഴിമാറി കയറിയതാണ്, എൻ്റെ ചോയ്സ് ഇതായിരുന്നില്ല, കിട്ടിപ്പോയി. ഇപ്പൊ അങ്ങനെ പലരും ഉണ്ടല്ലോ, കിട്ടിപ്പോയത്. എന്തിനാ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡ്മിഷൻ കിട്ടിയോണ്ട് പഠിക്കുന്നു എന്നുള്ള മട്ടാണ്. അപ്പോ ആ കുട്ടി പറയാണ് എൻ്റെ ചോയ്സ് ഇതല്ല, എൻ്റെ ചോയ്സ് ഇംഗ്ലീഷ് ആയിരുന്നു, എനിക്ക് കിട്ടിയത് ഫിസിക്സാണ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഈ കുട്ടിക്ക് ഒരു കോംപ്ലിമെന്ററി, നിലവിലത്തെ രീതിയിൽ ഒരു കോംപ്ലിമെന്ററി, അയാൾക്ക് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഫിസിക്സിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള മാത്സും നേരത്തെ പറഞ്ഞ കെമിസ്ട്രിയിൽ നിന്നും ഒരു കോംപ്ലിമെന്ററി സ്കിപ്പ് ചെയ്തുകൊണ്ട് അയാൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ കൊടുക്കുന്ന ഇംഗ്ലീഷിന്റെ കോംപ്ലിമെന്ററി പഠിക്കാം. അപ്പൊ എന്താവും? ഒരു വർഷം കഴിയുമ്പോൾ അയാൾക്ക് ഇംഗ്ലീഷിലേക്ക് സ്വിച്ച് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പോൾ കുട്ടിക്ക് മുമ്പിൽ സ്ട്രക്ചർ ഉണ്ടോ? ഇല്ല. സ്ട്രക്ചർ കുട്ടിയുടേതാണോ? അല്ല. സ്ട്രക്ചർ ആരുടേതാ? സ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസിക്കലി പറയുന്ന ഒരു സംവിധാനം മാത്രമാണ്. അപ്പൊ എന്തിനാ പിന്നെ സ്ട്രക്ചർ? അടുത്ത ചോദ്യം അതാ. കുട്ടിക്ക് വേണ്ടെങ്കിൽ പിന്നെ എന്തിനാ സ്ട്രക്ചർ? എല്ലാ കുട്ടികൾക്കും വേണ്ടാന്ന് നമ്മൾ പറഞ്ഞില്ലല്ലോ. നോക്കൂ, യാതൊരു ഓപ്ഷനും എടുത്ത് പുറത്ത് ഒരു ഓപ്ഷനും എക്സസൈസ് ചെയ്യാൻ പറ്റാത്തൊരു വിദ്യാർത്ഥി നമ്മുടെ ക്ലാസ്സിലുണ്ടെന്ന് വിചാരിക്കുക. യൂണിവേഴ്സിറ്റി ഒരു സ്ട്രക്ചർ തയ്യാറാക്കുമ്പോൾ യൂണിവേഴ്സിറ്റി രണ്ട് വശവും ആലോചിക്കും. എന്താ? എല്ലാ ഓപ്ഷനും എക്സസൈസ് ചെയ്യാൻ കഴിയുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും പ്രധാനപ്പെട്ടതല്ല. അയാൾക്ക് അയാളുടേതായ രീതിയിൽ പഠിച്ചു പോവാം. പക്ഷെ ഓരോ ഓപ്ഷനും എക്സസൈസ് ചെയ്യാൻ പറ്റാത്തൊരു കുട്ടിയോ അയാളും ഉണ്ട് ക്യാമ്പസിൽ. മനസ്സിലായില്ലേ? ഇപ്പൊ എൻ്റെ കോളേജ്, എനിക്കറിയാം, എൻ്റെ കോളേജിൽ ലാംഗ്വേജ് മൈനോറിറ്റീസ് ആണ് ധാരാളം. തമിഴ് മദർ ടങ് ആയിട്ടുള്ള കുട്ടികളാണ് എൻ്റെ കോളേജിൽ ഏറ്റവും കൂടുതൽ വരുന്നത്. നെടുങ്കണ്ടം പോലെ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകതയാണത്. ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മുന്നിൽ ക്യാമ്പസിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലേ ഒരു ഡിഗ്രി കിട്ടുള്ളൂ. മനസ്സിലായി? അവർക്ക് പുറത്തു പോയി ഒരു സാധനം എടുക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ ഇല്ല. ജോഗ്രഫിക്കലായ ലിമിറ്റേഷൻ ഉൾപ്പെടെ അവിടെയുണ്ട്. നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കൊടുത്ത സമയത്ത് പല കുട്ടികൾക്കും ഓൺലൈൻ ക്ലാസ്സിൽ കയറാൻ കഴിയുന്ന സാഹചര്യം ഇല്ല. കാരണം നമ്മൾ മൊബൈൽ മേടിച്ചു കൊടുത്തിട്ട് കാര്യമില്ല, ടവറോടെ കൊണ്ട് കൊടുക്കേണ്ടി വരും. അങ്ങനെയുള്ള സാഹചര്യം ഉണ്ട് അവിടെ. അപ്പോ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്താലേ അയാൾക്ക് എന്തുള്ളൂ? ഒരു ഡിഗ്രി കിട്ടും. അയാൾക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നൊരു ഡിഗ്രി കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് പറയുന്നത്? ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടുത്തെ ബേസിക് സ്ട്രക്ചർ എന്നുള്ള നിലയ്ക്ക് ഈ പാത്വേ പറയുന്നു. മനസ്സിലായില്ലേ? അപ്പൊ ഈ സ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രപ്പോസ് ചെയ്യുന്നത് ഒരു ഓപ്ഷനും എക്സസൈസ് ചെയ്യാത്ത ഒരാൾക്കും 133 ക്രെഡിറ്റ് എവിടെ നിന്ന് കിട്ടണം? ക്യാമ്പസിനകത്ത് നിന്ന് കിട്ടണം. ഓപ്ഷൻ എക്സസൈസ് ചെയ്യുന്ന കുട്ടി എന്ത് ചെയ്യും? നമ്മുടെ സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യും. നമ്മുടെ ഈ സ്വതന്ത്ര സോഫ്റ്റ്വെയർ വന്നപ്പോൾ അവരുപയോഗിച്ചൊരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നല്ലോ, ബ്രേക്ക് ദ വിൻഡോസ് എന്ന്. എന്നിട്ട് പൊട്ടിപ്പോകുന്ന ഒരു ജനലിന്റെ പടമാണ് കൊടുത്തത്. അവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ആരെയാണ് അവർ ബ്രേക്ക് ചെയ്തത്? മൈക്രോസോഫ്റ്റിനെയാണ്. അപ്പൊ അവർ ബ്രേക്ക് ദ വിൻഡോസ് എന്നാണ് അവർ അതിന്റെ ടാഗ് ലൈൻ കൊടുത്തത്. എന്നിട്ട് പടം കൊടുത്തത് ഒരു ജനൽ പൊട്ടിപ്പോകുന്നതിന്റെയാണ്. മറ്റേത് പൊട്ടിപ്പോയാൽ മറ്റൊരു കേസ് കൊടുക്കും. അതുകൊണ്ട് അപ്പൊ അതിന് രണ്ടർത്ഥമുണ്ട്. അപ്പൊ കുട്ടി സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്ത് പോകാൻ കഴിയുന്നവന് ബ്രേക്ക് ചെയ്യാം. ഇപ്പൊ പക്ഷെ ബ്രേക്ക് ചെയ്യാൻ അവസരമില്ല. ഉണ്ടോ? കൊടുക്കുന്ന തന്നെ പഠിക്കണം. അപ്പൊ സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഈ സ്ട്രക്ചർ. അതാണ് പറഞ്ഞു വരുന്നത്. ഒരു കുട്ടി സ്ട്രക്ചറിനെ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് ബ്രേക്ക് ചെയ്യാം. അതല്ല,
സ്ട്രക്ചറിലൂടെ തന്നെ പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതും സാധിക്കണം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് സ്ട്രക്ചർ. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കുട്ടിക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ടതല്ല, ഇൻസ്റ്റിറ്റ്യൂഷന് പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ട്രക്ചർ പ്രപ്പോസ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രപ്പോസ്ഡ് സ്ട്രക്ചർ എന്ന നിലയ്ക്ക് സീനിയർ ഫാക്കൽറ്റി അഡ്വൈസറോ കുട്ടിയോട് എന്ത് പറയുന്നു? ഈ സ്ട്രക്ചറിനെ കുറിച്ച് ബേസിക്കലി പറഞ്ഞു കൊടുക്കുന്നു. ഫിസിക്സ് പഠിക്കാൻ വരുന്ന കുട്ടിയോട് പറയാണ്, ഞങ്ങൾ പ്രപ്പോസ് ചെയ്യുന്ന മൈനേഴ്സ് ഇതൊക്കെയാണ്, തനിക്ക് ഇന്ന മൈനേഴ്സ് ഇവിടെ അവൈലബിൾ ആണ്, കുട്ടി ആ മൈനർ എടുത്ത് പോകാം, ആ കുട്ടി ആ മൈനർ എടുക്കാതെയും പോകാം. അങ്ങനെ കുട്ടി മുന്നോട്ട് പോകുമ്പോൾ ഇനി നിങ്ങളുടെ കയ്യിലുള്ള പാത്വേ സ്ട്രക്ചർ നോക്കിയാൽ ഒന്നാമത്തെ വർഷം ആ കുട്ടി പഠിക്കുന്ന കോഴ്സുകളിൽ ഒരു മേജർ DSc A എന്ന് കാണുന്നത് ഒരു മേജറാണ്. അതുപോലെ DSc B and C എന്ന് പറയുന്നത് മൈനറുകളാണ്. പക്ഷേ ആദ്യത്തെ വർഷം പഠിക്കുന്നത് അത്രയും എന്താണ്, ഫൗണ്ടേഷൻ ലെവൽ കോഴ്സുകളാണ്. ഇന്നലെ ഒരുപക്ഷെ ലെവൽ ഓഫ് ഡിഫിക്കൽറ്റിയെ കുറിച്ച് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു കാണും, ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതെല്ലാം 100 ലെവലിലുള്ള കോഴ്സുകളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതായത് ലെവൽ 100ൽ പഠിക്കുന്ന ഫൗണ്ടേഷൻ ലെവൽ കോഴ്സുകളാണ് ഒന്നാമത്തെ വർഷം കുട്ടി പഠിക്കുന്നത്. അവിടെ സ്പെസിഫിക്കലി എന്തില്ല, മേജറെന്നോ മൈനറെന്നോ പറയേണ്ടതില്ല. കാരണം കുട്ടി മേജർ ഡിസൈഡ് ചെയ്യുന്നത് എവിടെ വെച്ചാണ്? സെക്കൻഡ് ഇയറിൽ 3rd സെമസ്റ്റർ വെച്ചിട്ടാണ് അയാൾ ഫൈനലൈസ് ചെയ്യുന്നത്. ഞാൻ ഈ വന്നതിൽ തന്നെ തുടരണോ അതോ സ്വിച്ച് ചെയ്യണോ എന്നൊക്കെ തീരുമാനിക്കുന്നു. ഓപ്ഷൻ ഫൈനലൈസേഷൻ നടക്കുന്നത് സെക്കൻഡ് ഇയറിലാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നത് അത്രയും എന്താണ് ഫൗണ്ടേഷൻ ലെവൽ കോഴ്സുകളാണ്. അതിൻ്റെ എല്ലാം ഡിഫിക്കൽട്ടി ലെവൽ 100 ആണ്. ഒരു കാര്യവും കൂടെ ഉണ്ട്, ഫൗണ്ടേഷൻ ലെവലിലുള്ള മുഴുവൻ കോഴ്സുകളുടെയും ഇവാലുവേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. എല്ലാ കോഴ്സുകളുടെ ഇവാലുവേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിലാണ്. യൂണിവേഴ്സിറ്റി ലെവൽ ഇവാലുവേഷൻ ഉണ്ടാവില്ല. ഒന്നാമത്തെ വർഷത്തെ കോഴ്സുകൾ ക്യാമ്പസിൽ തന്നെ ആയിരിക്കും പേപ്പർ നോക്കുക. അതുപോലെ തന്നെ പരീക്ഷാ മെക്കാനിസത്തെ കുറിച്ച് പറഞ്ഞല്ലോ, ഓപ്പൺ ബുക്ക് പരീക്ഷ വരാം. ഓപ്പൺ ബുക്കൊക്കെ കുട്ടികളുടെ ഇടയിൽ ഇപ്പോൾ ട്രോളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത കൊല്ലം അഡ്മിഷൻ എടുത്താൽ മതിയായിരുന്നു, ഈ കൊല്ലം 3 മണിക്കൂർ പരീക്ഷ എഴുതി പാടുപെടുകയാണ്. അടുത്ത കൊല്ലമായിരുന്നെങ്കിൽ ഓപ്പൺ ബുക്കൊക്കെ കിട്ടുമായിരുന്നു, പരീക്ഷ എഴുതാനൊക്കെ എളുപ്പമുണ്ടായിരുന്നു എന്നുള്ള പറ്റും. ഓപ്പൺ ബുക്കൊന്നും അത്ര എളുപ്പമുള്ള പരീക്ഷയല്ല, എവിടാന്ന് അറിയാനല്ലേ എഴുതാൻ പറ്റും. ബുക്കിനകത്ത് ബുക്ക് കിട്ടിയിട്ട് എന്താ കാര്യം, ഇതിനകത്ത് ഇത് എവിടാന്നോട് അറിയണ്ടേ. LLBയുടെ പരീക്ഷ ഒക്കെ അങ്ങനെ ഒരു സാധനമുണ്ട്. ഓക്കെ, ലോയുടെ ബുക്കൊക്കെ കൊടുക്കും, എന്നിട്ടൊരു കേസാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനകത്തുനിന്ന് അത് കണ്ടുപിടിക്കാൻ പറയും. എങ്ങനെ കണ്ടുപിടിക്കാനാണ്? ഇത്രയും വലിയ സാധനത്തിനകത്ത് എവിടെ കിടക്കുന്നതെന്ന് അറിഞ്ഞാലല്ലേ ബുക്ക് കൊടുത്തിട്ട് എന്താ കാര്യം. അപ്പോൾ ഓപ്പൺ ബുക്ക് പരീക്ഷ വരുന്നു, MCQ വരുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷ വരുന്നു. മൾട്ടിപ്പിൾ ചോയ്സ് ഒക്കെ ഹൈ റിസ്ക് ഓപ്പറേഷനാണ്. നിങ്ങൾ ഈ വാരി വലിച്ച് എഴുതി മാർക്ക് വേണ്ടി കുട്ടികളോട് ഇരിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ ഈ വാരി വലിച്ച് എഴുതുമ്പോൾ അത്ര എഴുതിയതല്ലേ എന്നുള്ള കൺസിഡറേഷനാണ്. മറ്റേത് എഴുതിയൊന്നുമില്ലല്ലോ, ഒറ്റ ഓപ്ഷൻ ടിം, കിട്ടിയാൽ കിട്ടിപ്പോയാൽ പോയി. അതുകൊണ്ട് പ്രോബബിലിറ്റിയൊക്കെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് റിസ്ക് കൂടുതലാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷ എഴുതാനുള്ള പരിശീലനം നമുക്കിതുവരെ ഈ കരിക്കുലത്തിൻ്റെ ഭാഗമായിട്ട് കിട്ടിയിട്ടില്ല. അതുകൊണ്ടുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിഗ്രി 18 വയസ്സ് പൂർത്തിയാകുന്ന ഒരു കുട്ടി PSC പരീക്ഷ എഴുതാൻ പോകും. എഴുതുന്നത് എങ്ങനെയാണ്? മൾട്ടിപ്പിൾ ചോയ്സാണ്. നമ്മൾ ഒറ്റ പരീക്ഷ പോലും ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് എഴുതി പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഈ ഞാൻ കുറച്ചു കാലം ബാങ്ക് ജോലി ചെയ്ത ആളാണ്. ബാങ്ക് ടെസ്റ്റ് പണ്ടൊക്കെ, ഇപ്പം എനിക്ക് അറിഞ്ഞുകൂടാ, പണ്ടൊക്കെ ബാങ്ക് ടെസ്റ്റിന് 4 പാർട്ടുണ്ട്. 4 പാർട്ട്. ഈ 4 പാർട്ടിൽ നമുക്ക് 4 പാർട്ടും സെപ്പറേറ്റ് പാസ്സാവുകയും വേണം. ടോട്ടലി നമുക്ക് എത്ര മാർക്ക് വേണമെങ്കിലും സ്കോർ ചെയ്യുകയും ചെയ്യാം. പക്ഷെ പലപ്പോഴും പറ്റുന്നതെന്ന് വെച്ചാൽ ഈ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ അരിത്തമാറ്റിക്സ് ഒക്കെ ചെയ്ത് നല്ല ശീലമുള്ള ആളുകൾ അവിടെ ഇരുന്ന് അങ്ങ് സ്കോർ ചെയ്യും. ബാക്കി ഇംഗ്ലീഷ് ഉണ്ട്, ബേസിക് ഇംഗ്ലീഷ്, ഒരു പാരഗ്രാഫൊക്കെ തന്നിട്ട് ആൻസർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ചുകൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കും. എന്താ പ്രശ്നം പറ്റുന്നത് വെച്ചാൽ ഈ 4 പാർട്ടും ഒരേപോലെ പാസ്സായില്ല എങ്കിൽ നിങ്ങൾ 75 മാർക്കല്ല 80 മാർക്ക് മേടിച്ചാലും ഒരിടത്ത് മാർക്ക് 10 ആണെങ്കിൽ തോറ്റു പോകും. എന്ന് പറഞ്ഞാൽ MCQ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടൈം മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. നമുക്ക് ഒരിക്കൽ പോലും ഈ പരീക്ഷയിൽ ഇത്തരം ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള ധാരണയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ പഠന പ്രക്രിയയുടെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമവും കൂടിയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നടത്തുന്നത്. അപ്പോൾ DSc A എന്ന് പറഞ്ഞ ഫസ്റ്റ് സെമസ്റ്ററിൽ ഒരു പേപ്പർ, ഒരു കോഴ്സ് പഠിക്കുന്നുണ്ട്. B and C അത് 2 മൈനറുകളാണ്. ഇന്നത്തെ നിലയിൽ പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി സബ്ജക്റ്റുകളാണ്. പിന്നെ ഒരു മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് ഉണ്ട്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത ഇന്നലെ സാറ് പറഞ്ഞു കാണും, +2 പഠിച്ച വിഷയത്തിൽ പഠിക്കാൻ കഴിയില്ല, മറ്റു വിഷയത്തിൽ പഠിക്കാം. അപ്പോൾ അവിടെ ഒരു ചോദ്യമുണ്ട്, +2 പഠിച്ചതാണ്, നമ്മുടെ ഓപ്പൺ കോഴ്സ് പോലെയല്ല.
+2 പഠിച്ചത് പഠിക്കാൻ കഴിയില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇനി മുതൽ അഡ്മിഷൻ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അപ്പോൾ ഫിസിക്സിന്റെ അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ അഡ്മിഷന്റെ ക്രൈറ്റീരിയ എന്തുവാ? +2 സയൻസ് പഠിക്കണം എന്നാണ്. ഇനി മുതൽ അങ്ങനെ ഇല്ല. ഹിസ്റ്ററി പഠിച്ച ആൾക്കും ഹ്യൂമാനിറ്റീസ് പഠിച്ച ആൾക്കും കോമേഴ്സ് പഠിച്ച ആൾക്കും എന്ത് ചെയ്യാം? സയൻസിന് അഡ്മിഷൻ എടുക്കാം. പറഞ്ഞു വെച്ചല്ലേ? അപ്പൊ ഇത് നമ്മൾ പറയുമ്പോൾ ഈ സയൻസ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന, സ്ഥിരമായി സയൻസ് പഠിപ്പിക്കുന്ന ആളുകൾക്കൊരു എങ്ങനെ പഠിക്കും എന്നുള്ള ഒരു സാധനം. നമുക്ക് ഈ ഡിസിപ്ലിന്റെ ബലം കൂടുതലാണ് ഇവിടെ, മനസ്സിലായോ? ഡിസിപ്ലിന് ഭയങ്കര ബലമുള്ള ഒരു സ്ഥലമാണ് നമ്മളിങ്ങനെ പിടിച്ചു കിടക്കാണ് ഡിസിപ്ലിൻ. അത് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിലാണ് എന്നുള്ളതാണ് അതിൻ്റെ അകത്തൊരു ഐറണി. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിസിപ്ലിനും ഡിപ്പാർട്ട്മെന്റും ആദ്യമായി പൊളിഞ്ഞ സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാല. നിങ്ങൾക്ക് മഹാത്മാഗാന്ധി സർവകലാശാല ക്യാമ്പസിനകത്ത് ഇവിടുന്ന് 3 കിലോമീറ്റർ അല്ലേ ഉള്ളൂ, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് കാണിച്ചു തരാമോ? അവിടെ ഉള്ളതൊക്കെ എന്താ? സ്കൂളാ അല്ലേ? സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൽ വെറുതെ MA മലയാളവും MA ഇംഗ്ലീഷും അല്ല പഠിപ്പിക്കുന്നത്, ആണോ? അല്ല. അവിടെ നാടകം പഠിപ്പിക്കാൻ അധ്യാപകനുണ്ടായിരുന്നു. T. ബാലചന്ദ്രൻ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ നാടകം പഠിപ്പിക്കുന്നത്. നാടകം ഒരു പേപ്പർ, ഒരു വിഷയമാണ് അവിടെ. അതുപോലെ തന്നെ ബയോ സയൻസസിലോ അല്ലെങ്കിൽ കെമിക്കൽ സയൻസിലോ ഒക്കെ ആ വിഷയങ്ങൾ മാത്രമാണോ കൈകാര്യം ചെയ്യുന്നത്? അലൈഡ് സബ്ജക്റ്റുകൾ മുഴുവൻ അവിടെ പഠനം, IR ഇന്റർനാഷണൽ റിലേഷൻസ് അവിടെ നടക്കുന്നത് എന്തുവാണ്? പക്ഷേ മഹാത്മാഗാന്ധി സർവകലാശാലയുടെ അകത്തുള്ള കോളേജുകളിൽ ഡിസിപ്ലിന് നല്ല ബലമുണ്ട്. നമുക്ക് മാത്രമായിട്ട് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളും ആ കാര്യത്തിൽ നല്ല ബലമുള്ളവരാണ്. ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭയങ്കര ബലമാണ്. ഈ ഡിസിപ്ലിൻ എന്നുള്ളത് ഇൻവേർട്ടർ കോമയിലാണ്. എല്ലാത്തരം ഡിസിപ്ലിനും അതിൽ പെടും, മനസ്സിലായോ? ഡിസിപ്ലിൻ എന്ന് പറയുന്നത് എല്ലാത്തരം ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ നമുക്ക് ബലപ്പെടുത്തം കൂടുതലാണ്. അക്കാഡമിക് ഡിസിപ്ലിൻ മാത്രമല്ല, മറ്റു പല ഡിസിപ്ലിൻ്റെ കാര്യത്തിൽ നമുക്ക് ബലപ്പെടുത്തം കൂടുതലാണ്. അപ്പോൾ ഈ ഡിസിപ്ലിൻ്റെ ബലം കുറയണം. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പ്രിപ്പറേഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു വിദേശ സർവകലാശാലയുടെ പല സിലബസ് ഇങ്ങനെ എടുത്ത് നോക്കിയ കൂട്ടത്തിൽ കണ്ട ഒരു കാര്യം പറയാം. പെയിൻറ്റിംഗ് ആണ് വിഷയം. പെയിൻറ്റിങ് നമ്മുടെ ഇവിടെ BFA അല്ലേ, ബാച്ചിലർ ഓഫ് ഫൈൻ ആർട്സ് എന്ന് പറയുന്ന കോഴ്സാണ് കൊടുക്കുന്നത്. അത് കൊടുക്കുന്ന MG സർവകലാശാലയുടെ കീഴിൽ ഒരൊറ്റ സ്ഥലത്തേ ഉള്ളൂ, തൃപ്പൂണിത്തുറ RLV കോളേജിലാണ്. RLV കോളേജിൽ BFAയുടെ കോഴ്സുണ്ട്. ഞാൻ കണ്ട സർവകലാശാലയിൽ BFAയുടെ കോഴ്സിനകത്ത് മാൻഡേറ്ററി ആയിട്ട് പഠിക്കേണ്ട ഒരു പേപ്പർ എന്താണെന്നറിയോ? കെമിസ്ട്രിയാണ്. BFA പഠിക്കുന്ന കുട്ടികൾ മാൻഡേറ്ററി ആയിട്ട് പഠിക്കേണ്ട ഒരു പേപ്പർ കെമിസ്ട്രിയാണ്. ഞാൻ ആ പേപ്പറിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കി. എന്താണെന്നറിയാമോ? കെമിക്കൽ കോമ്പോസിഷൻസ് ആണ് അവിടെ പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങളൊരു പെയിന്റ് എടുത്ത് പെയിന്റ് ചെയ്യാനായിട്ട് കയറുമ്പോൾ എന്തറിഞ്ഞിരിക്കണം? ഇതുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞിരിക്കണം. കാരണം അതിന്റെ ഡേഞ്ചർ എന്താണെന്ന് അവൻ മനസ്സിലാക്കണം, അല്ലെങ്കിൽ അതിന്റെ കോമ്പണൻസ് എന്താണെന്ന് അവൻ മനസ്സിലാക്കണം. ബേസിക് നോളജ് അവൻ അതിനകത്ത് ഉണ്ടായേ പറ്റൂ. നമ്മളൊക്കെ വീട്ടിൽ പെയിന്റിങ്ങുകാരാണ് അല്ലേ? സ്വന്തമായിട്ട് എടുക്കുന്ന അൺസ്കിൽഡ് പ്രൊഫഷനായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്ന ഒരു പ്രൊഫഷനാണ് ഈ പെയിന്റിങ്. കാരണം ആർക്കും ചെയ്യാം. വീട്ടിൽ എവിടെയെങ്കിലും ഇത്തിരി പെയിന്റ് പോയാൽ നമ്മൾ ഉടനെ ബ്രഷ് എടുത്തുകൊണ്ടിറങ്ങും. ആളെ വിളിക്കാതെ തന്നെ നമ്മൾ പെയിന്റ് ചെയ്ത് കളയും. പക്ഷേ അത് മുതൽ അങ്ങോട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു നിങ്ങൾ പെയിന്റിങ് അല്ലാതെ ചെയ്യുന്ന പ്രൊഫഷണലായി ചെയ്യുന്ന ആളാണെങ്കിൽ പോലും എന്തറിഞ്ഞിരിക്കണം? നിങ്ങൾ അതിന്റെ കെമിക്കൽ കോമ്പോസിഷനെ കുറിച്ച് ബേസിക് ധാരണയുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ അത് കണ്ടാൽ മനസ്സിലാവുന്ന ആളായിരിക്കണം. ആ ടിന്നിന്റെ പുറത്ത് എഴുതിയിരിക്കുന്ന കോമ്പോസിഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്ന ആളായിരിക്കണം എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു കോഴ്സിന് നാളെ ഇതുവരെ കെമിസ്ട്രി പഠിപ്പിക്കണം എന്ന് നമ്മൾ ആലോചിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അത് മാത്രമല്ല, അവിടെയും തീർന്നിട്ടില്ല. RLV കോളേജിൽ കെമിസ്ട്രിക്ക് പോസ്റ്റ് ഇല്ല. അവിടെ കെമിസ്ട്രി പോയിട്ട് സയൻസിന്റെ ഒരു സബ്ജക്റ്റിലും അവിടെ പഠിപ്പിക്കുന്നില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഈ ഡിസിപ്ലിനെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതുകൊണ്ട് എന്ത് പറ്റില്ല? വേറൊരു സബ്ജക്റ്റുകാരൻ ഇങ്ങോട്ട് വരാമെന്നോ ഇവിടുന്ന് അങ്ങോട്ട് പോയി പഠിക്കാമെന്നുള്ള നമ്മുടെ ധാരണ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുകയാണ്. നമ്മൾ അതിനകത്ത് അയഞ്ഞിട്ടില്ല. ഹിസ്റ്ററി പഠിച്ച് വന്ന ഒരു വിദ്യാർത്ഥി പറയാണ് ഞാൻ കേപ്പബിൾ ആണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് പഠിക്കാൻ അവസരം ഉണ്ടാവണം. അതാണ് അതിൻ്റെ കാര്യം. ഇന്ത്യയിലെ പ്രസിദ്ധ ചരിത്രകാരൻ മാത്തമാറ്റീഷ്യനായിരുന്നു അല്ലേ? മാത്തമാറ്റിക്സ് പഠിച്ച ആളായിരുന്നില്ലേ? ഇന്ത്യയിലെ ചരിത്ര പണ്ഡിതൻ ആയിരുന്ന അദ്ദേഹത്തിന്റെ പേരെന്താ? ഇന്ത്യ ചരിത്രം എഴുതിയ ഏറ്റവും പ്രസിദ്ധനായ ചരിത്ര പണ്ഡിതൻ മാത്തമാറ്റിക്സ് ആയിരുന്നു അദ്ദേഹത്തിന്റെ വിഷയം. അല്ല, ആരാ അത് പറഞ്ഞത്? കുറേന്ന് പറഞ്ഞല്ലോ, D.D. കൊസാമ്പി കുറേന്ന് വിളിച്ചു പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ വിഷയം മാത്തമാറ്റിക്സ് ആയിരുന്നു. അല്ല, ഞാൻ പറഞ്ഞതാ, ഒന്ന് ആലോചിച്ച് നോക്കൂ.
നമ്മൾ ഈ ഡിസിപ്ലിനെ വില പിടിച്ച് കിടക്കേണ്ട വലിയ കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ പഠിക്കാൻ എലിജിബിൾ ആയ ഒരു കുട്ടി വന്നാൽ അയാളുടെ റിസ്കിൽ അയാളത് പഠിച്ചിരിക്കണം എന്നാണ്. അപ്പോൾ ആ രീതിയിലേക്ക് ഇത് മാറുന്നു. ചുരുക്കി പറഞ്ഞാൽ ഹിസ്റ്ററി പഠിച്ചൊരു വിദ്യാർത്ഥി ഫിസിക്സിന് അഡ്മിഷൻ എടുത്ത് വന്നാൽ ഫിസിക്സിന്റെ കോമ്പോസിഷനിലൂടെ തന്നെ പോകണമെന്നില്ല, അയാൾക്ക് അവിടെയും മാറാം. അപ്പം അതുകൊണ്ട് ഈ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളൊരു സ്ട്രക്ചറൽ പാത്വേ ഇൻസ്റ്റിറ്റ്യൂഷന് ബേസിക്കലി ആവശ്യമുണ്ടെന്നുള്ള നിലയ്ക്ക് മാത്രം പറഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലായില്ലേ? ഇൻസ്റ്റിറ്റ്യൂഷന് വേണം എന്നുള്ള നിലയ്ക്ക് ബേസിക്കലി പറഞ്ഞു കൊടുക്കുക മാത്രമാണ്. അല്ലാണ്ട് ആ സ്ട്രക്ചർ അവിടെ ബലം പിടിച്ച് നിൽക്കുന്നില്ല. ആ സ്ട്രക്ചർ അവിടെ ബലം പിടിച്ച് നിൽക്കുന്നില്ല. ഇപ്പൊ നിൽക്കുന്നുണ്ട്. ഇപ്പൊ കുട്ടിക്ക് മുന്നിൽ ഓപ്ഷൻ ഇല്ല, ഇനി കുട്ടിക്ക് മുന്നിൽ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ കുട്ടികൾ അവരവരുടെ ഓപ്ഷൻ ചൂസ് ചെയ്ത് ആദ്യം തന്നെ മാറാം. ആദ്യഘട്ടത്തിലൊക്കെ മാറിക്കൊള്ളുന്നില്ല, പക്ഷെ മാറാം. അങ്ങനെ മാറുമ്പോഴാണ് ഈ DSE A B C എന്ന് പറയുന്നത് ഒരു ഏതെങ്കിലും ഒരു നിലയിൽ എല്ലാ കുട്ടികൾക്കും ഒരുപോലെ അല്ല എന്നുള്ള സാഹചര്യം വരുന്നത്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പൊ ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഫിസിക്സിന് നിലവിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കോംപ്ലിമെന്ററി കൊടുക്കുന്നില്ല. പക്ഷെ ഇനി വേണമെങ്കിൽ എന്താകാം? ആ ക്ലാസ്സിലെ 5 കുട്ടികൾ പറയാണ് എനിക്ക് കെമിസ്ട്രി പറ്റില്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ ആ 5 കുട്ടികൾക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കും. നിലവിൽ ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബലം പിടിച്ചവിടെ നിൽക്കുന്ന ഒരു സാധനമല്ല, അത് അയഞ്ഞ ഒരു സംവിധാനമാണ് കുട്ടിയെ സംബന്ധിച്ചിടത്തോളം. ഇൻസ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് ബേസിക്കലി ഒരു സ്ട്രക്ചർ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഒരു എബിലിറ്റി എൻഹാൻസ്മെന്റ് 2 കോഴ്സുകൾ, ഇംഗ്ലീഷ് ആൻഡ് അതർ ലാംഗ്വേജ്, അതാണ് ഒന്നാമത്തെ സെമസ്റ്ററിലെ കുട്ടി പഠിച്ച് വരുന്നത്. താഴേക്ക് കാണുന്നത് അതാണ്. പോയിന്റ് ഇല്ല അല്ലേ? രണ്ടാമത്തെ സെമസ്റ്ററിൽ അത് തന്നെയാണ്, സെയിം റെപ്പറ്റീഷനാണ്. കാരണം എന്തുകൊണ്ടാണ്? 1ഉം 2ഉം സെമസ്റ്ററിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ബോഡോ സ്റ്റഡീസിന്റെ മുമ്പിലേക്ക് വന്ന ഒരു വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, ബോഡോ സ്റ്റഡീസ് ഇത് തയ്യാറാക്കുന്ന സമയത്ത് ഈ ഫൗണ്ടേഷൻ ലെവൽ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഫിസിക്സിന്റെ കോർ പേപ്പർ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു പേപ്പർ നമുക്കുണ്ട്. ഫിസിക്സിന്റെ കോറുകാർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു പേപ്പറുണ്ട്. പക്ഷേ കെമിസ്ട്രി പോയി പഠിപ്പിക്കുന്ന വേറെ പേപ്പറാണ്. ഫിസിക്സുകാർ കെമിസ്ട്രി പോയിട്ട് പഠിപ്പിക്കുന്ന വേറെ പേപ്പറാണ്, കോംപ്ലിമെന്ററി പേപ്പർ. നിലവിൽ അങ്ങനെയാണല്ലോ. മാത്തമാറ്റിക്സിൽ പോയി പഠിപ്പിക്കുന്നത് വേറൊരു കോംപ്ലിമെന്ററി പേപ്പറാണ്. അത് ഫിസിക്സ് മെയിൻ എടുത്ത ആളുകളെ പഠിപ്പിക്കുന്ന പേപ്പർ അല്ല. പക്ഷെ ഇനി മുതൽ ഫൗണ്ടേഷൻ ലെവലിൽ അങ്ങനെ സെപ്പറേറ്റ് പേപ്പർ ഇല്ല. എന്താ ഉണ്ടാവുക? ഒറ്റ പേപ്പറാണ് ഉണ്ടാവുക. അതായത് നിങ്ങൾ ഫിസിക്സ് എടുത്തു വരുന്ന ഒരു മെയിനായി എടുത്തു വരുന്ന ഒരു വിദ്യാർത്ഥിയെയും നിങ്ങൾ കോംപ്ലിമെന്ററി ആയിട്ട് പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒറ്റ പേപ്പർ തന്നെയാണ്. എന്തിനു വേണ്ടിയാണത്? ഈ സ്വിച്ചിങ് ഓപ്ഷൻ ഈസിയായി എക്സസൈസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് ഫൗണ്ടേഷൻ ലെവലിൽ സെപ്പറേറ്റ് പേപ്പറുകൾ ഇനി മുതൽ ഉണ്ടാവില്ല. അത് ബോഡോ സ്റ്റഡീസ് അങ്ങനെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ അതിനുശേഷം കുട്ടി 3rd സെമസ്റ്റർ ആകുമ്പോഴേക്കും സ്വിച്ചിങ് എക്സസൈസ് ചെയ്യുന്നു. അവിടെ അയാൾ 3 കോർ കോഴ്സുകൾ വീതം പഠിച്ചു വരുന്നു. 3, 4 സെമസ്റ്ററിൽ DSE A. അതോടുകൂടി അയാളുടെ DSE A ഏതാണെന്ന് ഫിക്സ് ചെയ്തേ പറ്റുള്ളൂ. 3ാമത്തെ സെമസ്റ്റർ ആകുമ്പോൾ കുട്ടി തീരുമാനിക്കണം, പഠിക്കാൻ പോകുന്ന കോർ പേപ്പർ ഏതാണെന്ന് തീരുമാനിക്കണം. ആ കോർ പേപ്പർ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനനുസൃതമായിട്ടുള്ള ബാക്കി പേപ്പറുകൾ അയാൾ പഠിച്ച് മുന്നോട്ടേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇത് പാത്വേ ഓപ്ഷൻ 2 ആണ്, 1 എടുത്ത്. യെസ്, അങ്ങനെ പഠിച്ചു വരുമ്പോൾ 17 കോർ പേപ്പറുകളാണ് ഒരു കുട്ടി കോറിന്റെ ഭാഗമായി 6 സെമസ്റ്ററുകൾ കൊണ്ട് പഠിക്കേണ്ടത്. ഇപ്പൊ എത്ര ഉണ്ടാവും? ഇപ്പൊ കോറിൽ 17 പേപ്പർ ഏതായാലും ഇല്ല. ഇപ്പൊ പേപ്പറിന്റെ എണ്ണം 17 ഉണ്ടാവില്ല, കുറവായിരിക്കും. 15 വരെ മാക്സിമം ഉണ്ടാവും അല്ലെ? 14-15 ഒക്കെ ആയിരിക്കും ആവറേജ്. ഇനി മുതൽ 17 പേപ്പറുകൾ ഉണ്ടാവും അല്ലേ? അത്രയല്ലേ ഉള്ളൂ. 15 കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഉണ്ടോ? BCAക്കൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. അല്ലാതുള്ള കോഴ്സുകൾക്കൊന്നും 17 പേപ്പറുകളില്ല. അപ്പൊ ഇനി മുതൽ 17 കോർ പേപ്പറുകളുണ്ട്. പക്ഷെ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഞാൻ ആ റിമാർക്ക് കോളത്തിൽ എഴുതിയിട്ടുണ്ട്. 7 out of 17 can be opted as discipline specific electives. അതായത് 17 കോർ പേപ്പറുകളിൽ 7 എണ്ണത്തെ നമുക്ക് എന്താക്കി എടുക്കാം? ഇലക്റ്റീവ് പേപ്പറുകളാക്കി എടുക്കാം. എന്താണ് ഈ ഇലക്റ്റീവ് പേപ്പർ? ഇലക്റ്റീവ് പേപ്പർ എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം ആ കോളേജിന്റെ ഏതെങ്കിലുമൊക്കെ ഉള്ള സ്പെഷ്യലൈസേഷൻ ആ കോളേജിലെ അധ്യാപകർക്കിടയിൽ ഉണ്ട് എങ്കിൽ ആ അധ്യാപകർക്ക് ആ സ്പെഷ്യലൈസേഷനിൽ സ്വന്തം നിലയ്ക്ക് പേപ്പറുകൾ തയ്യാറാക്കി അത് ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ അപ്രൂവലോടുകൂടി പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ
മാന്നാനം KE കോളേജിലെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന് ഇവിടുത്തെ അധ്യാപകരുടെ സ്പെഷ്യലൈസ്ഡ് ഏരിയയിൽ നിന്ന് കോർ പേപ്പറുകൾ 3 4 അല്ലെങ്കിൽ 7 എണ്ണം വരെയോ ഉണ്ടാക്കാൻ സാധിച്ചാൽ ആ പേപ്പറുകൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള കോളേജിലെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ഇവിടുത്തെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറും 2 ടൈപ്പ് പ്രോഗ്രാമുകളായിരിക്കും. ഈ ഓപ്ഷൻ ഇപ്പോൾ ആർക്ക് മാത്രമേ ഉള്ളൂ? ഓട്ടോണമസ് കോളേജുകൾക്ക് മാത്രമേ ഉള്ളൂ. ഓട്ടോണമസ് കോളേജുകൾക്ക് 20% സിലബസിൽ മാറ്റം വരുത്താമല്ലോ. ആ ഓപ്ഷൻ ഇപ്പോൾ എല്ലാവർക്കും എക്സസൈസ് ചെയ്യാം. എന്ത് ചെയ്താൽ മാത്രം മതി? ഇലക്റ്റീവ് പേപ്പറുകൾ സ്വന്തം നിലയ്ക്ക് തയ്യാറാക്കാനുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ മാത്രം മതി. നല്ല ജോലിയുണ്ട് അതിന്. കാരണം ആ പേപ്പറുകൾ തയ്യാറാക്കണം, അതിൻ്റെ ഇവാലുവേഷൻ മെക്കാനിസം തയ്യാറാക്കണം, അത് യൂണിവേഴ്സിറ്റി സബ്മിറ്റ് ചെയ്ത് ബോർഡ് ഓഫ് സ്റ്റഡീസ് അത് ബാസ്കറ്റ് ചെയ്യണം. അത്രയും പ്രോസസ്സ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പേപ്പറുകൾ കൊടുക്കാം. അതോടുകൂടി എന്താകും? നമ്മുടെ പേപ്പറുകൾക്ക്, നമ്മുടെ കോളേജിലെ പേപ്പറുകൾക്ക് ഒരു പ്രത്യേകത വരികയും ഇവിടുത്തെ കോഴ്സിന് ഒരു അട്രാക്ഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാനും സാധിക്കും. അതായത് ഇവിടുത്തെ ആളുകളുടെ സ്പെഷ്യലൈസേഷനുള്ള ഏരിയ ആണല്ലോ, അതുകൊണ്ട് എല്ലാവരും അത് എടുത്തോളണമെന്നില്ല. ബാക്കിയുള്ള സ്ഥലത്തെ കോളേജുകാർ അത് എടുത്തോളണമെന്നില്ല. കാരണം മറ്റൊരാളുണ്ടാക്കിയ പേപ്പർ പഠിപ്പിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. കാരണം അതിനകത്ത് റിസ്ക് കൂടുതലാണല്ലോ. ഏത് നിലയിലാണ്, ഏത് ഡിഫിക്കൽട്ടിയിലാണ് അയാളത് പറഞ്ഞു വെച്ചിരിക്കുന്നത് എന്നുള്ളത് മറ്റേയാൾക്ക് അറിയില്ലല്ലോ. അതുകൊണ്ട് എടുക്കാനുള്ള സാധ്യതയില്ല ബാസ്ക്കറ്റിൽ കടന്നാൽ പോലും. യൂണിവേഴ്സിറ്റി ബാസ്ക്കറ്റിൽ എല്ലാവർക്കും എടുക്കാവുന്ന പോലെ കിടക്കുന്നുണ്ടാവും. പക്ഷേ നമ്മുടെ ആ ബാസ്ക്കറ്റിലേക്ക് കൊടുക്കുന്ന കോഴ്സ് കൊണ്ട് നമ്മുടെ കോളേജിന് ഒരു പ്രത്യേക ഐഡന്റിറ്റി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? നിലവിൽ ഓട്ടോണമസ് കോളേജുകൾക്ക് മാത്രം ഉണ്ടായിരുന്ന ഓപ്ഷനാണത്. അത് എല്ലാ കോളേജുകളിലേക്കും എടുക്കാവുന്ന, എക്സസൈസ് ചെയ്യാവുന്ന ഒരു നിലയിലേക്ക് വരികയാണ്. ഇനി അടുത്ത പ്രധാന കാര്യം, ഇനി മുതൽ 2 തരം ഡിപ്പാർട്ട്മെന്റുകളെ ക്യാമ്പസിലുള്ളൂ. ഒന്ന് മേജർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രോഗ്രാം പൂർണ്ണമായും ഒരു പ്രോഗ്രാം കൊടുക്കുന്നുണ്ട് എങ്കിൽ അതിനെ എന്ത് വിളിക്കും? അതൊരു മേജർ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു പ്രോഗ്രാം പൂർണ്ണമായി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഡിഗ്രി കോഴ്സ് ഉണ്ട് എങ്കിൽ അതിനെ മേജർ എന്ന് വിളിക്കും. ഇപ്പൊ ഡിഗ്രി കോഴ്സ് ഇല്ലാത്ത, മെയിൻ പഠിപ്പിക്കാത്ത, കോംപ്ലിമെന്ററി ആയിട്ട് മാത്രമുള്ള കോഴ്സുകളുണ്ട്. ഇപ്പൊ ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലേ? മലയാളം ഇവിടെ സെക്കൻഡ് ലാംഗ്വേജ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ബയോകെമിസ്ട്രി അല്ലേ? മെയിൻ ഇല്ല, അത് കോംപ്ലിമെന്ററി ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇനി മുതൽ അങ്ങനെയല്ല, കോഴ്സ് ഓഫർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റുകളെ നമ്മൾ മേജർ ഡിപ്പാർട്ട്മെന്റുകളെന്നും ഓൾ അതർ ഡിപ്പാർട്ട്മെന്റ്സ് ആർ മൈനർ ഡിപ്പാർട്ട്മെന്റ്സ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ മൈനർ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്താ? അവർക്ക് കോംപ്ലിമെന്ററി ആണെങ്കിൽ കോംപ്ലിമെന്ററി, സെക്കൻഡ് ലാംഗ്വേജ് ആണെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജ് മാത്രമേ ഇപ്പോൾ ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് ബാക്കി കോഴ്സുകൾ കൂടി ഓഫർ ചെയ്യാനുള്ള അവസരം ഇപ്പോൾ ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ BA ഇംഗ്ലീഷിന് വന്നൊരു കുട്ടിയെ ഇപ്പോൾ ഹിന്ദി ഡിപ്പാർട്ട്മെന്റുകാർ പഠിപ്പിക്കുന്ന, അല്ലെങ്കിൽ മലയാളം ഡിപ്പാർട്ട്മെന്റുകാർ പഠിപ്പിക്കുന്ന എന്ത് മാത്രമാണ്? സെക്കൻഡ് ലാംഗ്വേജ് മാത്രമാണ്. പക്ഷെ ഇനി മുതൽ ഇവിടുത്തെ ടീച്ചർക്ക് ആവശ്യമുണ്ട് എങ്കിൽ എന്ത് പഠിപ്പിക്കാം? മൈനറുകൾ ഓഫർ ചെയ്യാം. ബിക്കോസ് അതൊരു മൈനർ ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ ലെവലിലെ മൈനർ കോഴ്സ് ആ ടീച്ചറിന് ഓഫർ ചെയ്യാം. ഇംഗ്ലീഷ് പഠിക്കാൻ വന്ന ഒരു കുട്ടി പറയാണ്, ഞാൻ ഹിന്ദിയിൽ പോയിട്ട് ഒരു കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരെണ്ണം, അതായത് ഒരു കോംപ്ലിമെന്ററി സബ്ജക്ട് ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഓഫർ ചെയ്യുന്നതിന് പകരം ഹിന്ദിയിൽ ഇത് എടുക്കുകയാണ്. അങ്ങനെ എടുത്താൽ ആ കുട്ടിക്ക് മുമ്പിൽ ഒരു ഓപ്ഷൻ കൂടി വരും. എന്താ? അടുത്ത വർഷം വേണമെങ്കിൽ ആ കുട്ടിക്ക് BA ഹിന്ദിയിലേക്ക് പോകാം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഒരു ഓപ്ഷൻ വരും. അതെന്താണെന്നറിയാമോ? BA കംപ്ലീറ്റ് ചെയ്തു. BA കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, BA ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു കുട്ടി മൈനർ ഹിന്ദി ആയിട്ട് വേണമെങ്കിൽ അയാൾക്ക് 2 പേപ്പർ എക്സ്ട്രാ പഠിച്ചാൽ BA ഇംഗ്ലീഷ് മേജർ വിത്ത് ഹിന്ദി മൈനർ എന്നൊരു ഡിഗ്രിയും കൊണ്ടുപോകാം. മനസ്സിലായോ? ഇതുവരെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഡിപ്പാർട്ട്മെന്റ്, ഇപ്പൊ ബയോകെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന് ഇതുവരെ ബയോകെമിസ്ട്രി സർട്ടിഫിക്കറ്റിൽ കോംപ്ലിമെന്ററി ആയിട്ടേ കാണിച്ചിരുന്നുള്ളൂ. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇനി? മേജർ കെമിസ്ട്രി വിത്ത് ബയോകെമിസ്ട്രി മൈനർ എന്നുള്ള നിലയിൽ ഒരു ഡിഗ്രിയിലേക്ക് കുട്ടിക്ക് പോകാം. ആകെ ചെയ്യേണ്ടുന്നത് 7ാമത്തെ സെമസ്റ്ററിലെ 3 കോഴ്സുകൾ ഉണ്ടല്ലോ. 7ാമത്തെ സെമസ്റ്ററിൽ ഞാൻ മഞ്ഞ കളറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു DSC BORCയുടെ കോളത്തിൽ 3 കോഴ്സുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്ട്രക്ചർ നോക്കിയാൽ കാണാം. 7ാമത്തെ സെമസ്റ്ററിൽ മഞ്ഞ നിറത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന 3 കോഴ്സുകൾ. ആ കോഴ്സുകൾ എന്താണ്? അത് മൈനറാണ്. പക്ഷെ ആ മൈനർ 7ാമത്തെ സെമസ്റ്ററിലാകുമ്പോഴും കുട്ടി പഠിക്കുന്നത് എവിടുന്നാ? കുട്ടി പഠിക്കേണ്ടുന്നത് 6ാമത്തെ സെമസ്റ്ററിന്റെ കൂടെ എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ കെമിസ്ട്രി ഒരു ഉദാഹരണം പറയാം. ഇവിടുത്തെ വെച്ചൊരു ഉദാഹരണം പറയാം. ഇവിടെ BSc കെമിസ്ട്രി ഉണ്ട്. ഒരു കുട്ടി പഠിച്ചു വരുന്നു. ബയോകെമിസ്ട്രി ആണ് ഒരു കോംപ്ലിമെന്ററി ആയിട്ട് എടുത്തത്. ആ കോംപ്ലിമെന്ററി ഏത് സെമസ്റ്ററിൽ അവസാനിക്കും? നോർമലി ഏത് സെമസ്റ്ററിൽ അവസാനിക്കും? 3 അല്ലെങ്കിൽ 4ാമത്തെ സെമസ്റ്ററിൽ അവസാനിക്കും അല്ലേ? കോംപ്ലിമെന്ററി സബ്ജക്റ്റുകളെല്ലാം ആദ്യത്തെ 2 വർഷം കൊണ്ട് അവസാനിക്കും. അവസാനത്തെ വർഷം എന്തില്ല?
കോർ മാത്രമേ ഉള്ളൂ, കോംപ്ലിമെന്ററീസ് ഒന്നുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ലെവൽ വെച്ച് നോക്കിയാൽ ഒരു കുട്ടി അയാളുടെ മൈനർ 200 ലെവലിൽ പഠിച്ച് അവസാനിപ്പിച്ചു. ഓക്കെ, അങ്ങനെ പഠിച്ച് കുട്ടി 4ാമത്തെ വർഷം എത്തി. 4ാമത്തെ വർഷം എത്തുമ്പോൾ കുട്ടി ബാക്കി തോന്നുകയാണ്, എന്ത്, ഈ കെമിസ്ട്രിയുടെ കൂടെ എനിക്ക് ബയോകെമിസ്ട്രിയിൽ ഒരു മൈനറൂടെ കിട്ടിയാൽ നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യാം? 4ാമത്തെ വർഷത്തെ 3 കോഴ്സുകൾ ആ കുട്ടിക്ക് ബയോകെമിസ്ട്രിയിൽ പോയി ചെയ്യാം. അപ്പൊ എവിടെ പോയി ചെയ്യണം? 3rd ഇയർ ബാച്ചിന്റെ ഭാഗമായിട്ട് ചെയ്യണം. കാരണം അയാൾക്ക് അവിടെ ഒരു കണ്ടിന്യൂറ്റി ബ്രേക്ക് ആയിട്ടുണ്ട്. ലെവൽ 100ലാണ് ആദ്യത്തെ കോഴ്സുകൾ, ലെവൽ 200 വരെയാണ് കുട്ടി പഠിച്ചിട്ടുള്ളത്. 2nd ഇയറിൽ 3rd ഇയറിൽ കുട്ടി പഠിച്ചിട്ടില്ല ബയോകെമിസ്ട്രി. അതുകൊണ്ട് കുട്ടി എവിടെ വന്ന് പഠിക്കണം? 3rd ഇയറിന്റെ ബയോകെമിസ്ട്രിയുടെ 2-3 പേപ്പറുകൾ 3rd ഇയറിന്റെ 300 ലെവലിൽ വന്ന് പഠിച്ചാൽ ആ കുട്ടിക്ക് മാത്രം ഡിഗ്രി കൊടുക്കുന്നത് എങ്ങനെയായിരിക്കും? കെമിസ്ട്രി വിത്ത് ബയോകെമിസ്ട്രി മൈനർ എന്നായിരിക്കും. അപ്പോൾ ആ കുട്ടി ക്ലെയിം ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ BSc കെമിസ്ട്രി ക്ലാസ്സിൽ ഇരിക്കുന്ന 2 കുട്ടികൾ, ഒരു കുട്ടി BSc കെമിസ്ട്രി തന്നെ പഠിച്ച് മുന്നോട്ട് പോയി, അയാൾക്ക് കൊടുക്കുന്നത് BSc കെമിസ്ട്രി എന്നോ അല്ലെങ്കിൽ കെമിസ്ട്രി ഓണേഴ്സ് എന്നോ ആയിരിക്കും. പക്ഷേ ആ ക്ലാസ്സിൽ തന്നെയുള്ള മറ്റൊരു കുട്ടി 3 പേപ്പറുകൾ ബയോകെമിസ്ട്രിയിൽ നിന്ന് അധികമായി പഠിച്ചാൽ അയാൾക്ക് കിട്ടുന്നത് കെമിസ്ട്രി വിത്ത് ബയോകെമിസ്ട്രി മൈനർ എന്നുള്ള ഡിഗ്രി ആയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ഇരിക്കുന്ന 5 കുട്ടികൾക്ക് 5 തരത്തിലുള്ള ഡിഗ്രി ക്ലെയിം ചെയ്യാനുള്ള സാഹചര്യവും വേണമെങ്കിലുണ്ട്. അവിടെ ഒരു സ്ട്രക്ചറിന്റെ ബലവും ഇല്ല. കുട്ടി എടുക്കുന്ന മൈനർ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കെമിസ്ട്രി വിത്ത് മലയാളം ആവശ്യമുണ്ടെങ്കിൽ കുട്ടിക്ക് എടുക്കാം. മലയാളം മൈനർ പഠിച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം. മലയാളം മൈനറിന്റെ കോഴ്സുകൾ ചെയ്താൽ മതി. 24 ക്രെഡിറ്റിന്റെ കോഴ്സ് മലയാളത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ മലയാളം മൈനറിനുള്ള കോഴ്സ് വാങ്ങിക്കാം. ഇപ്പൊ നമ്മൾ ചോദിക്കും, ഇങ്ങനെയൊക്കെ ഡിഗ്രി എടുത്തിട്ട് എന്താ കാര്യം? അതൊരു പർപ്പസാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിൽ എത്ര പേർക്കറിയാം ഈ ഹിന്ദി ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫീസർ എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്. എൻ്റെ വിഷയം ആയതുകൊണ്ട് പറയാം. ഒഫീഷ്യൽ ലാംഗ്വേജ് ഓഫീസറിന്റെ തസ്തിക ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്ന ഒരു തസ്തികയാണ്. അത് പലർക്കും അറിഞ്ഞുകൂടാ. കാരണം എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഒരു ഒഫീഷ്യൽ ലാംഗ്വേജ് ഉദ്യോഗസ്ഥൻ, അയാളുടെ കൂടെ ഒരു ടീമും നിർബന്ധമാണ്. അങ്ങ് ISRO മുതൽ ഇങ്ങോട്ട്. ഇപ്പൊ ചന്ദ്രയാൻ എന്നൊക്കെ പേര് വരുന്നത് വെറുതെ വരുന്നല്ല. അവിടെ പലതരത്തിലുള്ള ആലോചന വരുമ്പോൾ ഇത്തരം സെല്ലിലുള്ള ആൾക്കാരെ വരെ ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ പേരുകൾ ഫൈനലൈസ് ചെയ്യുന്നത്. കാരണം എന്താ? ഇപ്പൊ മംഗളയാൻ എന്നൊക്കെ ഒരു പേര് വരുന്നില്ലേ? ഹിന്ദി വാക്കാണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ. ഈ വാക്കുകൾ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള പല വിഭാഗങ്ങളെ കൂടിച്ചേർന്നുള്ള ആലോചനയിൽ നിന്നാണ് ഇത്തരം പേരുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങ് ISRO മുതൽ ഇങ്ങോട്ട് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള ഒരു പൊതുമേഖലാ ബാങ്കിൽ വരെ എന്തുണ്ട്? ഹിന്ദി ഓഫീസറുടെ പോസ്റ്റ് ഉണ്ട്. എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് MA ഹിന്ദിയാണ് ഇതിന്റെ യോഗ്യത എന്നാണ്. MA ഹിന്ദി അല്ല അതിന്റെ യോഗ്യത. MA ഇംഗ്ലീഷും അതിന്റെ യോഗ്യതയാണ്. എത്ര പേർക്കറിയാം? MA ഇംഗ്ലീഷ് പഠിച്ച ഒരാൾക്ക് ഹിന്ദി ഓഫീസർ ആകാം. എന്തുണ്ടായാൽ മതി? ഹിന്ദി ട്രാൻസ്ലേഷനിൽ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടായാൽ മതി. ഹിന്ദി ട്രാൻസ്ലേഷനിൽ ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ചെയ്യാം. ഇതുവരെ നമ്മുടെ കുട്ടികൾക്കാർക്കും അറിയില്ല. ഈ സ്ട്രക്ചറിൽ MA ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരു കുട്ടി ആ 4ാമത്തെ സെമസ്റ്റർ കഴിഞ്ഞുള്ള ഒരു ഇന്റേൺഷിപ്പ് ഉണ്ടല്ലോ 2 ക്രെഡിറ്റിന്റെ, അത് പോയിട്ട് ഒരു ഹിന്ദി ട്രാൻസ്ലേഷൻ ഡിപ്ലോമ കോഴ്സാണ് ചെയ്യുന്നതെങ്കിൽ അത് കഴിഞ്ഞാൽ അയാൾ ഡയറക്ട്ലി എന്തിന് എലിജിബിളാണ്? ഈ പറയുന്ന പോസ്റ്റിന് എലിജിബിളാണ്. മനസ്സിലായില്ലേ? ആളുകൾ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ എന്റെ മേഖല ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തസ്തികകളിൽ ഇരിക്കുന്നതിനകത്ത് 90% പേരും സൗത്ത് ഇന്ത്യൻസ് ആണ്. കാരണം നോർത്ത് ഇന്ത്യൻസിന് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. അവർക്ക് ഇംഗ്ലീഷ് കാര്യമായി അറിഞ്ഞുകൂടാ. അപ്പൊ എന്ത് പറ്റും? ഇതിന്റെ ടെസ്റ്റ് പാസ്സാകാനോ ട്രാൻസ്ലേഷന്റെ പണിയോ അവർക്ക് ചെയ്യാൻ കഴിയില്ല. അവരൊക്കെ MA ഹിന്ദിയൊക്കെ ഉണ്ടാവും, പക്ഷെ ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ. ഈ പോസ്റ്റിൽ ഇരിക്കുന്നതിനകത്ത് മിക്കവാറും ആന്ധ്ര, കർണാടക, തമിഴ്നാട്, കേരളം. തമിഴ്നാടിന് വളരെ കുറച്ചേ ഉള്ളൂ. ഈ 4 സംസ്ഥാനങ്ങളിലെ ആൾക്കാരാണുള്ളത്. ഞാൻ വെറുതെ പറയാം, എനിക്ക് ആ മേഖലയുമായി കുറിച്ച് പരിചയമുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്ത് ചെയ്യാം? ആ കോഴ്സിനെ അഡീഷണൽ കോഴ്സായിട്ട് എടുത്ത് പഠിക്കാം. അതാണ് ഇവിടുത്തെ ഓപ്ഷൻ. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഇനി മുതൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ചെയ്യേണ്ടുന്ന പണി എന്താ? നമ്മൾ അതിലേക്കാണ് വരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷൻ ഇംപ്ലിമെന്റേഷൻ ആണ്. ഈ സ്ട്രക്ചറിനെ സംബന്ധിച്ചിടത്തോളം ജനറൽ ആയിട്ട് സർവകലാശാലയുടെ കണക്കിൽ നമുക്കിവിടെ ഈ ഓപ്ഷനിൽ നമ്മുടെ സ്ട്രക്ചർ കൊടുക്കാം. ഓപ്ഷൻ 1 എന്നുള്ള നിലയ്ക്ക് ഈ സ്ട്രക്ചർ നമുക്ക് കൊടുക്കാം. നിങ്ങൾ ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. ഡിപ്പാർട്ട്മെന്റുകൾ കൂടിയിരുന്നിട്ട് ആദ്യം ചെയ്യേണ്ടുന്നത്, നമുക്കിവിടെ ഒരു മേജർ മൈനറിന് ഇപ്പോഴത്തെ ഒരു പാറ്റേൺ ഉണ്ടല്ലോ, അത് കൂടാതെ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് പുതുതായി കൊടുക്കാൻ കഴിയും. ഇപ്പൊ ഇംഗ്ലീഷിനെ സംബന്ധിച്ച് ഇംഗ്ലീഷിൽ ഒരു മൈനറെ പുറത്തുള്ളൂ അല്ലേ? പൊളിറ്റിക്കൽ സയൻസ്, ഏതായാലും ഹിസ്റ്ററിയാണ്, പൊളിറ്റിക്കൽ സയൻസ്. മറ്റ് സെക്കൻഡ് മൈനർ
ഇംഗ്ലീഷ് തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ഇംഗ്ലീഷ് തന്നെയാണ്. അപ്പോൾ അത് നിലവിലുള്ള സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിനെ ഡിസ്റ്റർബ് ചെയ്യാതെ അതിനകത്ത് കുറച്ച് കുട്ടികൾ ഒരു ഓപ്ഷൻ മാറി ഇപ്പോൾ എടുക്കും. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ പോയിട്ട് വേറൊരു മൈനർ വേണമെങ്കിൽ പോയി എടുക്കാവുന്ന സാഹചര്യം ഇവിടെയുണ്ട്. അപ്പം നമുക്കിവിടെയുള്ള റിസോഴ്സിനെ എങ്ങനെ മാനേജ് ചെയ്തുകൊണ്ട്, ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ ഫിസിക്സിനകത്ത് സ്റ്റാറ്റി ഇല്ല, ഇനി മുതൽ സ്റ്റാറ്റി വേണമെങ്കിൽ കൊടുക്കാം. സ്റ്റാറ്റി ഒരു ഓപ്ഷനാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ഇതേപോലെയുള്ള ഓപ്ഷൻസ് നമ്മുടെ മുമ്പിൽ ഒരുപാടെണ്ണം വരികയാണ്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഈ സ്ട്രക്ചറൽ പാത്വേ വെച്ചിട്ട് നമ്മുടെ റിസോഴ്സും കൂടെ വെച്ചിട്ട്, ഇവിടുത്തെ BA ഹിസ്റ്ററിയിൽ എനിക്ക് തോന്നുന്നു പ്രിന്റിങ് ഇപ്പൊ കോംപ്ലിമെന്ററി ആയിട്ടാണോ നിൽക്കുന്നത്? അതോ കോറാണോ? അത് പ്രിന്റിങ് കോറാണോ കോംപ്ലിമെന്ററി? വൊക്കേഷണൽ കോറല്ലേ? വൊക്കേഷണൽ കോറല്ലേ? വൊക്കേഷണൽ കോർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതിനെ വൊക്കേഷണൽ പേപ്പർ ആയിട്ടാണോ ഇപ്പൊ ചെയ്തത്? ബോർഡ് ഓഫ് സ്റ്റഡീസ് ചെയ്തത് എലക്ടീവ് പേപ്പർ ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ നോക്കൂ, ഇതിനകത്ത് നെക്സ്റ്റ് അടുത്തത് ഇതൊരു പാത്വേ ആണ്, ഡബിൾ മേജറിന്റെ പാത്വേ. യൂണിവേഴ്സിറ്റിയിൽ അപ്രൂവ്ഡ് പാത്വേ ആണ്. ഈ ഡബിൾ മേജർ പാത്വേയുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ അടുത്ത് തന്നെ വൈക്കം സെന്റ് സേവിയേഴ്സ് കോളേജിൽ ഒരു ഡിഗ്രി പ്രോഗ്രാം ഉണ്ട്, പൊളിറ്റിക്കൽ സയൻസ് വിത്ത് ജേർണലിസം. പൊളിറ്റിക്കൽ സയൻസ് വിത്ത് ജേർണലിസം ആണ് അവിടുത്തെ ഓപ്ഷൻ പേപ്പർ. അവിടെ ആ കോളേജിൽ അധ്യാപകർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, അവിടുന്ന് ആരെങ്കിലും ഉണ്ടോ? അവിടെ ഇല്ല. ആ കോളേജിലെ അധ്യാപകർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ പൊളിറ്റിക്കൽ സയൻസ് വിത്ത് ജേർണലിസം എന്ന് പറയുന്ന ഇപ്പോഴവിടെ പഠിപ്പിക്കുന്നത് പൊളിറ്റിക്കൽ സയൻസിന് 13 കോഴ്സുകളും ജേർണലിസത്തിന് 10 കോഴ്സുകളുമാണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ ഒരെണ്ണം മേജറായിട്ട് നമ്മൾ കൊടുക്കുകയാണ് ഇപ്പോൾ അവിടെ. പൊളിറ്റിക്കൽ സയൻസ് വിത്ത് ജേർണലിസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിഗ്രി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് അവിടെ പഠിപ്പിക്കുന്നതെങ്കിൽ ഇനി മുതൽ അതിനെ എങ്ങനെ മാറ്റാം? ഡബിൾ മേജറാക്കി മാറ്റാം. കാരണം എന്താ? ഒന്നാമത്തെ മേജറിന് 13 കോഴ്സും രണ്ടാമത്തെ മേജറിന് 10 കോഴ്സുകളുമാണ് വേണ്ടത്. ആ നിലയിലുള്ള സാധ്യത ഇവിടെ ഉണ്ടോ എന്നും നമുക്ക് ആലോചിക്കാം. നമ്മുടെ റിസോഴ്സ് വെച്ചിട്ട് ആ നിലയിലുള്ളൊരു സാധ്യതയുണ്ടോ എന്നും ആലോചിക്കാം. അപ്പോൾ നമ്മുടെ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ മൈക്രോ ലെവൽ റിസോഴ്സ് മാനേജ്മെന്റ് ആണ്. ഇപ്പോൾ ഇംഗ്ലീഷിന് സൈക്കോളജിയുടെ പേപ്പർ ഇവിടെ ഉണ്ടാവില്ല, ഉണ്ടോ? ഇല്ല. ആലോചിക്കാമല്ലോ ഞാൻ പറഞ്ഞ. അപ്പോൾ ഇവിടെയുള്ള അതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ജനറലാണ്, നമുക്ക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ച് അറിയണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ഇവിടെ ഉള്ള ഡിപ്പാർട്ട്മെന്റുകൾ ഈ പാത്വേ ഓപ്ഷൻ 1ലേക്ക് നമ്മുടെ നിലവിലുള്ള കോഴ്സുകളെ പെറുക്കി ഒന്ന് അറേഞ്ച് ചെയ്യണം. അങ്ങനെ അറേഞ്ച് ചെയ്ത് എല്ലാവരും അറേഞ്ച് ചെയ്തിട്ട് ഇത് മ്യൂച്വൽ ഷെയറിംഗ് എന്ന് ആലോചിച്ചാൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ മ്യൂച്വൽ ഷെയറിംഗ്, ഇതെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻ വേണ്ടിയാണ് പറയുന്നത്. നിങ്ങളുടെ കോഴ്സുകളെ ഈ പാത്വേ ഓപ്ഷൻ 1ലേക്ക് കൊണ്ടുപോയി പ്ലേസ് ചെയ്തതിന് ശേഷം മ്യൂച്വൽ ഷെയറിങ്ങിനെ കുറിച്ച് ആലോചിച്ചാൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയ ചില ഓപ്ഷൻസ് അവിടെ നിന്ന് തെളിഞ്ഞു വരും. മനസ്സിലായില്ലേ? അവിടെ നിന്ന് തെളിഞ്ഞു വരും. അത് വരണമെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലേക്ക് അതിനെ കൊണ്ടുവരണം. ജനറൽ സ്ട്രക്ചറിനകത്തേക്ക് നമ്മുടെ ഇപ്പോഴത്തെ കോഴ്സിനെ കൊണ്ടുവന്ന് മാപ്പ് ചെയ്യണം. അത് മാപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റുക ഏതൊക്കെ സ്ഥലത്ത് നമുക്ക് പ്ലേസ് ചെയ്യാം, ഏതിനെ മാറ്റി അപ്പുറത്ത് കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ മുന്നിലേക്ക് ഒരു ഓപ്ഷനായിട്ട് വരികയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു മൈക്രോ ലെവൽ റിസോഴ്സ് മാനേജ്മെന്റിലേക്ക് ക്യാമ്പസുകൾ പോകണം എന്നുള്ളതാണ് ഈ പാത്വേ ഓപ്ഷൻ 1 സ്ട്രക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ പാത്വേ നോക്കുക. ഈ പാത്വേ ഓപ്ഷൻ 1 നിങ്ങളുടെ കയ്യിലുള്ള പാത്വേ ഓപ്ഷൻ 1 മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് എന്ന് പറയുന്നുണ്ട്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. അത് 3 എണ്ണമാണ് ഉള്ളത്. മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകൾ ബോർഡ് ഓഫ് സ്റ്റഡീസ് ഒന്നിലധികം ബാസ്ക്കറ്റുകളാക്കി ചെയ്തിട്ടുണ്ട് നിലവിൽ. നമ്മുടെ കോളേജിന് സാധിക്കാവുന്ന MDCകൾ നമുക്ക് എടുക്കാം. ബോർഡ് ഓഫ് സ്റ്റഡീസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന ബാസ്ക്കറ്റിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കോഴ്സുകൾ എടുക്കാം. MDC ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ബോർഡ് ഓഫ് സ്റ്റഡീസിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വലിയ കടുകട്ടിയായിട്ടുള്ള MDCകൾ കൊടുക്കരുത് എന്ന്. കാരണം എന്താ? കുട്ടികളെപ്പോഴും എളുപ്പമുള്ള മൾട്ടി ഡിസിപ്ലിനറി കോഴ്സ് തപ്പിപ്പോകും. കാരണം അവർ പഠിക്കാൻ കഴിയില്ലല്ലോ, വേറെ സാധനം വേണമല്ലോ പഠിക്കാൻ. അപ്പോൾ എളുപ്പമുള്ളത് നോക്കി പഠിക്കാൻ പോകും. അപ്പോൾ അതുകൊണ്ട് ഈ മൾട്ടി ഡിസിപ്ലിനറി കോഴ്സിനെ ആ രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലാണ് കോഴ്സുകൾ വന്നിട്ടുള്ളത്. എബിലിറ്റി എൻഹാൻസ്മെന്റ് കോഴ്സുകൾ ഇനി മുതൽ ലാംഗ്വേജിന് BA BSc ക്ലബ് ചെയ്യുകയല്ല, സെപ്പറേറ്റ് ആയിരിക്കും. ഇപ്പോൾ BA BSc ക്ലബ് ചെയ്യുകയാണല്ലോ, ലാംഗ്വേജ് പഠിപ്പിക്കാൻ വേണ്ടി ക്ലബ് ചെയ്യണം. ഇനി മുതൽ ക്ലബ് ചെയ്യുന്നില്ല. എബിലിറ്റി എൻഹാൻസ്മെന്റ് ഫോർ സയൻസ്, AEC ഫോർ ഹ്യൂമാനിറ്റീസ്, AEC ഫോർ കോമേഴ്സ് എന്നുള്ള നിലയിൽ 3 വ്യത്യസ്ത പേപ്പറുകളായിരിക്കും. ആ രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ സ്കിൽ എൻഹാൻസ്മെന്റിന്റെ ഒരു കോഴ്സും
വാല്യൂ ആഡഡിൻ്റെ 2 കോഴ്സുകളും 3-4 സെമസ്റ്ററുകളിൽ പഠിക്കാനുണ്ട്. അത് കുട്ടികൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാവുന്നത് പോലെയാണ് ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ തയ്യാറാക്കിയിട്ടുള്ളത്. ഏത് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. പക്ഷേ 5-6 സെമസ്റ്ററുകളിലുള്ള 2 സ്കിൽ എൻഹാൻസ്മെൻറ്റ് കോഴ്സും ഒരു വാല്യൂ ആഡഡ് കോഴ്സും ഉണ്ട്. ആ കോഴ്സുകൾ എവിടെ നിന്ന് മാത്രമേ എടുക്കാൻ കഴിയൂ? കുട്ടി മേജർ ചൂസ് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാത്രമേ എടുക്കാൻ കഴിയൂ. ഈ രീതിയിലാണ് ആ സ്ട്രക്ചറിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ 133 ക്രെഡിറ്റ് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് വരുന്നത്. ഇതിനകത്ത് ബോർഡ് ഓഫ് സ്റ്റഡീസ് പലതും ഇപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അടുത്ത ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടത്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ചെയ്യേണ്ടുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, സിലബസ് യൂണിവേഴ്സിറ്റി അപ്രൂവ് ചെയ്താൽ ഉടൻ തന്നെ ആ സിലബസ് എടുത്തു വെച്ചിട്ട് നമ്മുടെ കോളേജിന് ഓഫർ ചെയ്യാൻ കഴിയുന്ന പേപ്പറുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ, മൈനർ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ ഇവിടെയുള്ള ലാംഗ്വേജ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ പൊളിറ്റിക്കൽ സയൻസിന് കോംപ്ലിമെൻ്ററി അല്ലേ ഉള്ളൂ, പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്ത് ചെയ്യണം? അവർക്ക് ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള സിലബസിനകത്ത് നിന്ന് ഓഫർ ചെയ്യാൻ കഴിയുന്നവ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കണം. കാരണം ഇതിനെല്ലാം ബാസ്ക്കറ്റ് അവൈലബിൾ ആണ്. ഇപ്പോൾ MDCക്ക് ബാസ്ക്കറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് നമ്മുടെ കോളേജിന് എടുക്കാൻ കഴിയുന്നവ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഒരു പ്രപ്പോസലാക്കി വെക്കണം. അതിനെ ഒരു പ്രപ്പോസലാക്കി റെഡിയാക്കി വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഇവിടെയുള്ള മീറ്റിങ്ങിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വൽ ഷെയറിങ് പറ്റുമോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അത് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും ഓരോന്നാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സ്ട്രക്ചർ നിൽക്കുന്നില്ല. മോഡൽ 1, മോഡൽ 2 പോലെയുള്ള സ്ട്രക്ചറുകൾ ഇനി മുതൽ നിൽക്കില്ല. അങ്ങനെ ഇല്ല. അതിനങ്ങനെ ഒരു നെയിമിങ്ങും ഇല്ല. പകരം അവിടെ എലക്റ്റീവിൻ്റെ വ്യത്യാസം വരുത്താം. സ്വാഭാവികമായിട്ടും മോഡൽ 2 ഇപ്പോൾ പറഞ്ഞല്ലോ ഇവിടെ പ്രിന്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഹിസ്റ്ററിക്ക് എന്ത് ചെയ്യാം? ആ ബാസ്ക്കറ്റിനകത്തുനിന്ന് പ്രിന്റിങ്ങിൻ്റെ പേപ്പറുകളെ എലക്റ്റീവ് പേപ്പറുകളായിട്ട് ചൂസ് ചെയ്യാം. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിന് ആ എലക്റ്റീവ് ബാസ്ക്കറ്റിൽ നിന്ന് ഇവിടെ പറ്റുന്ന തരത്തിലുള്ള ചൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ പുതിയതുണ്ടാക്കി ബോർഡ് ഓഫ് സ്റ്റഡീസിന് കൊടുത്ത് അപ്രൂവൽ വാങ്ങിക്കുകയോ ചെയ്യാം. അപ്പോൾ ആ നിലയ്ക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എത്തിക്കുകയും ഇൻസ്റ്റിറ്റ്യൂഷനകത്ത് ഈ കുട്ടിക്ക് എടുക്കാവുന്ന ഓപ്ഷൻസ് അവൈലബിൾ ആക്കി, പരമാവധി ഓപ്ഷൻസ് അവൈലബിൾ ആക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇന്നലെ സാർ പറഞ്ഞു കാണും, N-1 സെമസ്റ്ററിൽ കുട്ടിക്ക് എന്തുണ്ട്? ഡിഗ്രി എടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ 7 വർഷം കൊണ്ടും ഡിഗ്രി പൂർത്തീകരിച്ച് പോകാനുള്ള അവസരമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ മാറാനുള്ള അവസരമുണ്ട്, യൂണിവേഴ്സിറ്റി മാറാനുള്ള അവസരമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികളുടെ മുമ്പിലേക്കാണ് ചോയ്സ് പോകുന്നത്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഓപ്ഷൻ എക്സസൈസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ, ഇവിടുത്തെ ഇൻടേക്കിൻ്റെ ഒരു സ്വഭാവം നമുക്കറിയാം. ഇവിടെ വരുന്ന കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള കോഴ്സുകളാണ് നന്നാവുക എന്ന് പറയാം. അത്തരം കോഴ്സുകൾ ഈ ബാസ്ക്കറ്റിനകത്ത് ഇല്ല എങ്കിൽ അത് ഉണ്ടാക്കിയിടാനും, ഇനി അതല്ല ഉണ്ട് എങ്കിൽ അത്തരം കോഴ്സുകളെ ചൂസ് ചെയ്യാനുമുള്ള ഒരു നിലയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത് എപ്പോഴും പാത്വേ ഓപ്ഷൻ 1 ആവുക എന്നുള്ളതാവും നന്നാവുക. എന്നാൽ കോളേജിന് എന്ത് ചെയ്യാം? ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനെ ഡബിൾ മേജർ പാത്വേയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല എന്ന് തോന്നുകയാണ് എങ്കിൽ ഡബിൾ മേജർ പാത്വേ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അതിന് തടസ്സമില്ല. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, നിലവിലുള്ള ഡബിൾ മേജറിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഫിസിക്സിനെ മാത്തമാറ്റിക്സുമായിട്ട് ഡബിൾ മേജർ ആക്കാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഫിസിക്സ് മാത്തമാറ്റിക്സ് ഡബിൾ മേജർ ആക്കാൻ തീരുമാനിച്ചു. എന്ത് സംഭവിക്കും? 2 വരുള്ളൂ. മേജർ 1, മേജർ 2 വരുള്ളൂ. ഒരു മൈനർ അപ്പാടെ പോകും. ഏതാണ് ആ മൈനർ പോകുന്നത്? ഫിസിക്സ് മാത്തമാറ്റിക്സും പോയാൽ എടുത്താൽ കെമിസ്ട്രിയുടെ വർക്കിലോട് പോകും. അപ്പം നിലവിൽ കെമിസ്ട്രി അതിനകത്ത് ഷെയർ ചെയ്യുന്നതാണെങ്കിൽ അത് കളഞ്ഞാൽ പ്രശ്നം വരും. അല്ലെങ്കിൽ ആ കെമിസ്ട്രിക്ക് പാരലലായി മറ്റൊരു സ്പേസ് ഉണ്ടെങ്കിൽ അത് ചെയ്യാവും. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അങ്ങനെ നിലവിലുള്ളതിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ് നന്നാവുക. പക്ഷേ നിലവിലുള്ളതിനെ ഡിസ്റ്റർബ് ചെയ്യാതെ അഡീഷണൽ ഓപ്ഷൻ കൊടുക്കാമെങ്കിൽ അത് കൊടുക്കാം. ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ കെമിസ്ട്രിയും മാത്തമാറ്റിക്സും ഫിസിക്സിൻ്റെ കോംപ്ലിമെൻ്ററി ആണ് എങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി അതിനകത്ത് നമുക്ക് കൂടുതലായി കൊടുക്കാം. കുട്ടികളുടെ ഓപ്ഷൻ എന്നുള്ള നിലയ്ക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് കൂടി നമ്മൾ കൂടുതലായിട്ട് കൊടുക്കാം. ആ ഓപ്ഷൻ നമുക്ക് മുമ്പിലുണ്ട്. അപ്പോൾ കുട്ടികളെ കൂടുതൽ അട്രാക്റ്റഡ് ആവാനുള്ള ഒരു സാധ്യതയാണ് ഇതിനകത്തുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധപൂർവ്വം ആ വിഷയം പഠിക്കേണ്ടി വരുന്നില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണെങ്കിൽ അത് കൊടുക്കാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി നിർവഹിക്കേണ്ടുന്ന ആൾ ആരാണ്? സീനിയർ ഫാക്കൽറ്റി അഡ്വൈസറാണ്. സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർക്ക് നല്ല ജോലിയുണ്ട്. നല്ല ജോലിയുണ്ടെന്ന് മാത്രമല്ല, സീനിയർ ഫാക്കൽറ്റി അഡ്വൈസർ പൊതുവെ നിഷ്പക്ഷനായിരിക്കണം എന്നുള്ളതാണ് എൻ്റെ കാര്യം. അതായത് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വിഷയങ്ങളിലേക്ക്
ചോയ്സ് പറയുകയും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിൽ ചോയ്സ് പറയാണ്ടിരിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? കുട്ടികളുടെ ചോയ്സ് തെറ്റും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, നമ്മൾ ഈ ഹയർ സെക്കൻഡറി കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന പല കാര്യങ്ങളും അയാൾക്ക് അറിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഡേ സിസ്റ്റമാണ് അല്ലേ? ഡേ സിസ്റ്റമാണ്. നമ്മൾ ഈ ഡേ സിസ്റ്റം ആണെന്നുള്ളത് കൃത്യമായിട്ടുള്ള ഓറിയന്റേഷൻ ആദ്യം പറഞ്ഞില്ലെങ്കിൽ ആദ്യത്തെ ഒരു മാസം ഈ കുട്ടികൾക്ക് ഇവിടെ നടക്കുന്ന എന്താണെന്ന് മനസ്സിലാവില്ല. എന്താ കാര്യം? അവർക്ക് തിങ്കൾ ചൊവ്വ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ചയാണ്, അല്ലാതെ ഡേ 4 അല്ല. നമുക്ക് തിങ്കളാഴ്ച ഡേ 4 ആയിരിക്കും. മനസ്സിലായി? നമ്മൾ കൃത്യമായ ഓറിയന്റേഷൻ കൊടുക്കുന്നിടത്ത് കുഴപ്പമില്ല. പക്ഷെ കാരണം അവർക്ക് അങ്ങനെ ഒരു ഓറിയന്റേഷൻ കിട്ടിയിട്ടില്ല. ഒന്നത്. രണ്ടാമത്തെ കാര്യം, അവർ സെമസ്റ്റർ സിസ്റ്റത്തിൽ ഇതുവരെ ഒരു പരീക്ഷ എഴുതിയിട്ടില്ല. ആനുവൽ സിസ്റ്റത്തിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അവർക്ക് ആദ്യമായിട്ടാണ് 6-ാം മാസം പരീക്ഷ വരുന്നത്. ഇനി ഇതിൻ്റെ വേറൊരു എക്സ്ട്രീം സാഹചര്യമാണ്, കുട്ടികളും കൂടെ ഉള്ളതുകൊണ്ട് പറയാം, സാഹചര്യം കൂടി ഉണ്ട്. ഹയർ സെക്കൻഡറിയിലെ മാർക്ക് കണ്ട് അവർക്ക് തന്നെ അവരെ പിടികിട്ടാത്ത അവസ്ഥയിലാണ് അവർ ഇങ്ങോട്ട് വരുന്നത്. ഞാനതിനൊരു ഉദാഹരണം പറയാം. ഹിന്ദിക്ക് മാർക്ക് 98 അല്ലെ? 100 98 അല്ലാതെ മാർക്കേ ഇല്ല. 98. ഈ 98 ഒന്ന് ഹിന്ദി പറയാൻ പറഞ്ഞേ. തൊണ്ണൂറ്റെട്ടിന്റെ പണി അവിടെ തീരും. മനസ്സിലായില്ലേ? 98 ഹിന്ദി പറയാൻ അറിഞ്ഞൂടാ, മാർക്ക് 98. ഇനി 98 ഹിന്ദി പറയണമെങ്കിൽ ഒന്നേ എണ്ണി തുടങ്ങണം. അത് വേറൊരു പ്രശ്നം. അങ്ങനെ എണ്ണി തുടങ്ങിയാൽ എത്ര വരെ പോകാം? 20 വരെ പോവുള്ളൂ. അതിനപ്പുറത്തേക്ക് എണ്ണ അറിഞ്ഞൂടാ. CBSE സ്കൂളിലും ICSE ഒക്കെ ആണോ 1-ാം ക്ലാസ്സിൽ ഹിന്ദി പഠിക്കുന്നതാണേ അല്ലേ? ചെറിയ ക്ലാസ്സിൽ ഹിന്ദി പഠിക്കുന്നത്, മറ്റേത് 5-ാം ക്ലാസ്സിൽ ഹിന്ദി പഠിക്കുന്നുണ്ട്. ഈ കാണാൻ എഴുത്ത് മുഴുവൻ എഴുതിയിട്ട് ഇവിടെ വന്നിട്ട് എന്താ സ്ഥിതി? 98 മാർക്ക് ഹിന്ദിയിൽ പറയാൻ അറിഞ്ഞൂടാ. ഞാൻ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് കളയരുത്, ഈ മാർക്ക് ലിസ്റ്റ് സൂക്ഷിച്ച് വെച്ചേക്കണം. കാരണം നമ്മൾ ഈ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയൊക്കെ പിന്നീട് ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് എഴുതി വെച്ചെടുത്ത് നോക്കിയാൽ നമുക്ക് തന്നെ ചിരി വരും, എങ്ങനെയാണ് ഈ സാധനം കിട്ടിയത്. കഴിഞ്ഞ ദിവസം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു വാർത്ത വരുന്നുണ്ടല്ലേ അല്ലേ? അതിന്റെ വേറൊരു വശമാണ് ഞാനീ പറയുന്നത്. നമ്മളിതിന്റെ റിയാലിറ്റി ബേസ് ചെയ്യുന്നതായതുകൊണ്ടാണ് പറഞ്ഞത്. ഒരുപക്ഷെ ബോർഡ് ഓഫ് സ്റ്റഡീസിൽ പോയി പങ്കെടുത്ത അധ്യാപകർ ഈ കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ, അവർക്ക് അറിയാം ഏറ്റവും വലിയ ക്രൈസിസ് എന്താണെന്നറിയാമോ? നിങ്ങൾ ഈ 200 ലെവലിലോ 300 ലെവലിലോ 400 ലെവലിലോ പേപ്പർ ഉണ്ടാക്കലല്ല. ഇതിന്റെ ക്രൈസിസ് എവിടാ? 100 ലെവലിന്റെ പേപ്പർ ഉണ്ടാക്കില്ല. കാരണം 100 ലെവൽ എന്ന് പറയുന്നത് ഒരു കുട്ടിയെ വിഷയത്തിലേക്ക് ഫൗണ്ടേഷൻ ആണല്ലോ. കെട്ടിടത്തിന്റെ ബലം നിൽക്കുന്നത് നിങ്ങൾ മുകളിലോട്ട് പണിത് വെക്കുന്നതിനകത്തല്ലല്ലോ, അതിന്റെ താഴെ വെച്ചിരിക്കുന്ന എത്ര ഉറപ്പുള്ള ഫൗണ്ടേഷൻ ആണെന്നുള്ളതിനെ ആശ്രയിച്ചല്ലേ. ആ ഫൗണ്ടേഷൻ പൊളിഞ്ഞാൽ ഈ കെട്ടിടം അപ്പാടെ പൊളിയും. കാരണം കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കുട്ടികളുടെ കുറ്റമല്ല 98 ഹിന്ദിയിൽ അറിയാത്തത്, ആ മെക്കാനിസത്തിന്റെ കുഴപ്പം. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടെ വരുമ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ചോദ്യ പേപ്പറിൽ വരുന്നതെന്ന് വെച്ചാൽ എസ് എഴുതാൻ പറയുന്നു 350 വാക്കിൽ കുറയാതെ എഴുതുക, 400 വാക്കിൽ കുറയാതെ എഴുതുക എന്നൊക്കെയാണ്. 12 കൊല്ലം കൊണ്ട് 400 വാക്ക് തികച്ച് എഴുതിയിട്ടില്ല. മനസ്സിലായില്ലേ? അവരോടാണ് നമ്മൾ പറയുന്നത് 400 വാക്ക് 3 എസ്സേ 2 എസ്സേക്ക് എഴുതാൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ 25 പേജുള്ള ബുക്കിലെറ്റ് അവസാനിപ്പിക്കണം. കാരണം പ്രകൃതിയോട് ചെയ്യുന്ന വലിയൊരു ക്രൂരതയാണ്. കാരണം 10 പേജ് പോലും ഉപയോഗിക്കുന്നില്ല അല്ലേ? നമ്മളല്ലേ റിസോഴ്സിന്റെ വേസ്റ്റ് അല്ലേ? 25 പേപ്പറിനകത്ത് 10 പേജ് പോലും ഉപയോഗിക്കുന്നില്ല. ഇതാണ് സാഹചര്യം. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ ബേസിക്കലി ഇതിന്റെ ഫൗണ്ടേഷൻ കോഴ്സാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മളത് ഐഡന്റിഫൈ ചെയ്തൊരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഇതാരുടെയും കുഴപ്പമൊന്നുമല്ല. നമ്മളൊരു പുതിയ സംവിധാനത്തിനകത്ത് മാത്രമല്ല, ഹയർ സെക്കൻഡറിയിൽ എന്ത് പഠിച്ചു എന്ന് പഠിപ്പിക്കാതെയാണ് നമ്മൾ ഡിഗ്രി പഠിപ്പിക്കുന്നത്. ഹയർ സെക്കൻഡറിയെ കുറിച്ച് നമുക്കും വലിയ കാര്യമായ ആലോചനകളില്ല. ഹയർ സെക്കൻഡറിയിൽ വേറൊരു മെക്കാനിസമാണ് അവിടെ നടക്കുന്നത്. നീട്ടിപ്പരത്തി എഴുതുന്ന പരിപാടിയൊന്നും അവിടെ ഇല്ല, അതൊക്കെ പോയി. കുറച്ചുകൂടെ ആ പുസ്തകങ്ങളൊക്കെ പലതും ഇന്ററാക്റ്റീവാണ്. നമ്മുടെ പുസ്തകങ്ങളൊക്കെ പറയുന്നത് ഇപ്പോഴും വളരെ വളരെ ഡ്രൈ ആണ്. പിന്നെ നമ്മുടെ പുസ്തകങ്ങളുടെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ളത് ഡിഗ്രിയുടെ പുസ്തകങ്ങളിൽ പലതും ഒരു കാലം കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആവും. പ്രത്യേകിച്ച് നമ്മുടെ ലിറ്ററേച്ചറിന്റെ വിഷയങ്ങളൊക്കെ ഒരു പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പറയുന്നതിനകത്ത് നമ്മൾ അപഹാസ്യരാകുന്ന സാഹചര്യം ഉണ്ടാകും. പലപ്പോഴും ഉണ്ട്. പല വിഷയങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അപ്പൊ അത്തരം വിഷയങ്ങളെ ഒന്ന് മാറ്റാനുള്ള അവസരം ഇവിടെ ഉണ്ട്. ഈ ഇലക്ടീവ് പേപ്പറിന്റെ ഒരു ഗുണം അതാണ്.
ചില കോർ പേപ്പറിനകത്ത് നമ്മളിപ്പോൾ പറയുന്ന ചില വാല്യൂസ്, ഇപ്പോൾ കോമേഴ്സിന് ഒരു കാലത്ത് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ കോമേഴ്സ് അധ്യാപകരുണ്ടെങ്കിൽ അറിയാം, ഈ എന്താ നമ്മുടെ ബിസിനസ് ലോയിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുമല്ലോ, ഇതിന്റെ നിയമം മാറുമല്ലോ. അതുപോലെ ടാക്സിനകത്ത് ചില മാറ്റങ്ങൾ വരുമല്ലോ. ഇപ്പൊ GST വന്ന സമയത്ത് ഒരു ബന്ധമില്ലാത്ത കുറെ സാധനം നമ്മൾ കുറച്ചാലും പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് മാറ്റാനുള്ള ഒരു സാഹചര്യം. ഇപ്പോൾ അങ്ങനെ ഒരു കാര്യം നമുക്ക് ആവശ്യമായി വരുന്നില്ല. ഒരു കാര്യം ഔട്ട്ഡേറ്റഡ് ആണെന്ന് തോന്നിയാൽ എടുത്ത് കളയാം, എന്നിട്ട് പുതിയ ഒന്നിനെ ചേർക്കാം. അതിന് വളരെ നിസ്സാരമായ ഒരു എക്സസൈസേ വേണ്ടി വരുന്നുള്ളൂ എന്നുള്ളത് ഈ സ്ട്രക്ചറിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൂടിയാണ്. അതുകൊണ്ട് ചിലത് കുട്ടികൾക്ക് ആവശ്യമില്ലാന്ന് തോന്നിയാൽ അതിനെ പുറത്ത് കളയാനുള്ള ഒരു ഓപ്ഷനും കൂടി ഇതിനകത്തുണ്ട് എന്നുള്ളതാണ് ഈ സ്ട്രക്ചറിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പൊ ജനറൽ സ്ട്രക്ചറിനകത്ത് 17 കോർ കോഴ്സുകൾ പഠിക്കാനുണ്ട്. ഏതാണ്ട് 6 കോഴ്സുകൾ മൈനർ എന്നുള്ള നിലയ്ക്ക് 24 ക്രെഡിറ്റിന്റെ മൈനർ കോഴ്സുകൾ പഠിക്കാനുണ്ട്. ബാക്കി കോഴ്സുകളുടെ ജനറൽ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇനിയുള്ളത് ഓണേഴ്സ് വിത്ത് റിസർച്ചാണ്. ഓണേഴ്സ് വിത്ത് റിസർച്ചിനകത്ത് ഒരു അഡ്മിഷൻ ക്രൈറ്റീരിയ വരും എന്നാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ 2 PhD ഉള്ള അധ്യാപകർ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടെങ്കിൽ ആ കോഴ്സ് കൊടുക്കാം, ആ പ്രോഗ്രാം ഓഫർ ചെയ്യാനാണ് നമ്മൾ പ്രപ്പോസലായിട്ട് വെച്ചിട്ടുള്ളത്. അതിനകത്ത് പക്ഷേ എല്ലാവരും ഓണേഴ്സ് വിത്ത് റിസർച്ചിലേക്ക് പോകാൻ കുട്ടികൾക്ക് പോകാൻ കഴിയില്ല. അവിടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മാർക്കിന്റെ ക്രൈറ്റീരിയ, അതിനൊരു എൻട്രൻസും ഉണ്ടാവും എന്നാണ്, ഒരു ടെസ്റ്റും ഉണ്ടാവും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതിന് അഡ്മിഷൻ ക്രൈറ്റീരിയ വട്ടവർ ആ അഡ്മിഷൻ ക്രൈറ്റീരിയ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഇപ്പോൾ സർക്കാർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വന്നാൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്നത് ലിമിറ്റഡ് നമ്പർ കുട്ടികൾ മാത്രമായിരിക്കും എക്സസൈസ് ചെയ്യുക. ഓണേഴ്സ് വിത്ത് റിസർച്ച് അല്ലാത്ത കുട്ടികൾ ക്യാമ്പസിൽ ഉണ്ടാകും. അവർ 4 വർഷവും കൊണ്ട് ഓണേഴ്സ് ഡിഗ്രിയും കൊണ്ടായിരിക്കും പുറത്തു പോവുക. ഇത് പൊതുവിൽ ഈ ഒരു പാത്വേ ഓപ്ഷൻ 1 എന്ന് പറയുന്ന സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് വേണം നമ്മുടെ ഡിസ്കഷൻസ് പോകാനായിട്ട്. ഇനി ഇത് നമ്മൾ മാത്രം ഓറിയന്റേഷൻ കിട്ടിയതുകൊണ്ട് കാര്യമില്ല. എവിടെ ചെന്ന് പറയണം? ഹയർ സെക്കൻഡറിയിൽ ചെന്ന് പറയണം, താഴേക്ക് പറയണം, ഹയർ സെക്കൻഡറി അധ്യാപകരുടെ അടുത്ത് പറയണം, പൊതുജനത്തിന്റെ അടുത്ത് കൂടി പറയണം. കാരണം മനുഷ്യന് മനസ്സിലാവണ്ടേ? ഇപ്പൊ തന്നെ DSC A B C എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തന്നെ ഈ ഇതിനകത്തിരിക്കുന്ന നമുക്ക് തന്നെ കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പൊ പിന്നെ താഴേക്ക് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? കുറച്ചുകൂടെ സ്ട്രക്ചറിനകത്ത് നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവണം. നമുക്ക് ക്ലാരിറ്റി ഉണ്ടാകുന്നത് എപ്പോഴാണ്? ഇൻസ്റ്റിറ്റ്യൂഷൻ ആ സ്ട്രക്ചറിനെ ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ്. അതാണ് നമ്മൾ അടുത്ത സ്റ്റേജിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ സിലബസ് എനിക്ക് തോന്നുന്നു ഈ മാസം അവസാനം ആകുമ്പോഴേക്കും സിലബസ് യൂണിവേഴ്സിറ്റി പുറത്തുവിടും. ആ സിലബസിനെ വെച്ചുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ചർച്ചകൾ നടക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇനി മുതൽ അടുത്ത വർഷത്തെ നിങ്ങളുടെ ബ്രോഷർ അല്ലെങ്കിൽ ഈ അഡ്മിഷൻ സമയത്ത് നമ്മളൊരു ഇത് പുറത്തിറക്കുമല്ലോ, ഒരു പ്രോസ്പെക്ടസ് പുറത്തിറക്കുമല്ലോ. ആ പ്രോസ്പെക്ടസിനകത്ത് ഇനി പറയാൻ പോകുന്നത് എന്താണ്? മേജർ ആൻഡ് മൈനർ എന്ന് മാത്രമാണ്. എന്ന് പറഞ്ഞാൽ ഇന്ന വിഷയങ്ങളിൽ ഇവിടെ മേജർ ഓപ്ഷൻസ് ഉണ്ടെന്നും ഇന്ന വിഷയങ്ങളിൽ ഇവിടെ മൈനർ ഓപ്ഷൻസ് ഉണ്ടെന്നുമാണ് കുട്ടികളോട് നമ്മൾ പറയുന്നത്. കുട്ടികൾ ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മേജർ മൈനർ കോമ്പോസിഷൻസ് ഉണ്ട്, അതായത് ആ കോമ്പിനേഷൻ ഇവിടെ വരുമ്പോഴാണ് കുട്ടിയോട് പറയുന്നത്. ഫിസിക്സിന് ഇന്നതാണ് ഇവിടുത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നു, കെമിസ്ട്രിക്ക് ഇന്നതാണ് ഇവിടുത്തെ കോമ്പിനേഷൻ എന്ന് പറയുന്നു. കുട്ടി ആവശ്യമുണ്ട് എങ്കിൽ മാത്രം ആ കോമ്പിനേഷനിൽ നിൽക്കുന്നു, ആവശ്യമില്ല എങ്കിൽ കുട്ടി ആ കോമ്പിനേഷന്റെ പുറത്തുള്ളവ എക്സസൈസ് ചെയ്യും. ഇതാണ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം. അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ജോലികൾ ഇനി മുതലാണ് ആരംഭിക്കുന്നത്. ഈ സ്ട്രക്ചർ വെച്ചിട്ട് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പണി ഇനി മുതലാണ് നമ്മൾ ആരംഭിക്കേണ്ടത്. സിലബസ് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ടീച്ചേഴ്സിന്റെ ഇടയിൽ ഒരു എന്താ പറയുന്നത്, ഈ സിലബസ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വിഷയത്തിന്റെയും സിലബസിന്റെ ഡിസ്കഷൻ ഇവിടെ നടക്കണം. അതാണ് വേണ്ടത്. ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ വിഷയത്തിന്റെയും സിലബസ് അതാത് അധ്യാപകർ അത് ഡിസ്കസ് ചെയ്യുകയും ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്തതിന് ശേഷം വേണം അതിന്റെ ഇംപ്ലിമെന്റേഷനിലേക്ക് പോകാൻ. പൊതുവിൽ എനിക്ക് ഇതിന്റെ സ്ട്രക്ചറിനെ സംബന്ധിച്ച് ഇതാണ് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇന്നലെ പോൾ സാറ് പറഞ്ഞതിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള സംശയം ചോദിക്കാം. അത് കൂടെ ചേർത്ത് വെച്ചിട്ട് മറുപടി പറയുമ്പോഴാവും ഒരുപക്ഷെ ഈ കാര്യത്തിലും കുറച്ചുകൂടെ വ്യക്തത വരിക. അതാണ് പൊതുവിൽ പറയാനുള്ളത്. ഡിസ്കഷനാണ് കുറച്ചുകൂടെ പ്രധാനപ്പെട്ടതായിട്ട് വേണ്ടതെന്നാണ് ഞാൻ ഈ വിഷയത്തിൽ കരുതുന്നത്. അപ്പോൾ അതിനുള്ള സമയമുണ്ടെന്ന് തോന്നുന്നു. ഉണ്ട്. ഞാൻ ആ ടീ ബ്രേക്കിന് ശേഷം ഡിസ്കഷനിലേക്ക് പോകാം എന്ന് വിചാരിക്കുന്നു. പൊതുവിൽ ഈ പറഞ്ഞ സ്ട്രക്ചർ നിങ്ങൾ ഈ പ്രസന്റേഷനിൽ കാണാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ചിട്ടുള്ള സംശയങ്ങൾ എന്തും ചോദിക്കാം. സംശയത്തിന്റെ വലിപ്പവും ചെറുപ്പമൊന്നും നോക്കരുത്. സംശയം എന്തും ആയിക്കൊള്ളട്ടെ. കാരണം നിങ്ങളുടെ സംശയം ചിലപ്പോൾ യൂണിവേഴ്സിറ്റിക്കും ഗുണം ചെയ്തേക്കാം. ചില കാര്യങ്ങളിൽ ചിലയിടങ്ങളിൽ പറയുന്ന ചില സംശയങ്ങളാണ് നമുക്ക് വലിയ ഇൻപുട്സ് ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് ഇതൊരു നമുക്കും ഗുണകരമായിട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് നമ്മൾ ഇത്തരം എക്സസൈസിനെ കാണുന്നത്. അതാണ് പൊതുവിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്.